ലോകത്തെമ്പാടും ആരോഗ്യരംഗം വലിയ തോതിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു 2 പതിറ്റാണ്ടാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന മൂന്നാം ലോക രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ആരോഗ്യരംഗത്തുള്ള വ്യത്യാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാലമാണ്. ആരോഗ്യം ഒരു സേവനം എന്നതിൽ നിന്ന് ഒരു ചരക്കായി മാറ്റപ്പെട്ടിട്ടുള്ള, അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായി ചുരുക്കപ്പെട്ടിട്ടുള്ള ഒരു കാലത്ത് എല്ലാവർക്കും ആരോഗ്യമെന്ന സങ്കല്പം വലിയ തോതിലുള്ള സംഘർഷങ്ങളിലൂടെയും അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പനങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള മാറ്റത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കാലമാണ്. കേരളം ഒരുപക്ഷെ ലോകത്തിന് മാതൃകയായി പൊതുജനാരോഗ്യം നാം സൂചിപ്പിക്കുമ്പോഴും കേരളത്തിനകത്ത് സമീപകാലത്ത് വന്നിട്ടുള്ള സ്വകാര്യ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ, കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് കേരളത്തിലെ പൊതുജനാരോഗ്യരംഗത്തും ആരോഗ്യരംഗത്തും ഉണ്ടാക്കുക എന്നുള്ള ഒരാലോചനയാണ് നമ്മൾ ഇന്നിവിടെ നടക്കുന്നത്. അത് പ്രധാനമായിട്ടും പൊതുജനാരോഗ്യം എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ആരോഗ്യരക്ഷയെ, ആരോഗ്യ പരിരക്ഷയെ ഏത് രീതിയിൽ ബാധിക്കുന്നു, ചികിത്സാ ചിലവുകൾ കൂടുമോ, സ്വകാര്യ മേഖലയിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ നൈതികമായി എങ്ങനെ അത്തരം ഒരു മാറ്റത്തെ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ദയാ ഹോസ്പിറ്റൽ നേരിടാൻ പോകുന്നു തുടങ്ങിയ ആലോചനകളാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് കാസർഗോഡ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് ഹെൽത്ത് ആൻഡ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീനായിട്ടുള്ള പ്രൊഫസർ മാത്യു. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അസീസ് MD ദയാ ഹോസ്പിറ്റൽ, ഓൾസോ ഹസീബ് CEO ദയാ ഹോസ്പിറ്റൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്യുവിൽ നിന്ന് ചർച്ചയിലേക്ക് കടക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള ആരോഗ്യരംഗത്തുള്ള നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് ആയുർദൈർഘ്യത്തിലുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള വർധനവായാലും, മാതൃശിശു മരണനിരക്കിലുള്ള വലിയ തോതിലുള്ള കുറവുകളായാലും, ലോകത്തെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള നേട്ടങ്ങൾ പൊതുജനാരോഗ്യ രംഗത്ത് കൈവരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് ഒരുപക്ഷെ കേരളം. അതിന് കേരളത്തിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട്, കേരളത്തിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ആരോഗ്യരംഗത്തെ പല സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തിന് അതിൻ്റേതായ നേട്ടങ്ങളോടൊപ്പം തന്നെ പലതരത്തിലുള്ള പരിമിതികളുമുണ്ട് എന്ന് പഠനത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്ന ഒരാളാണ് പ്രൊഫസർ മാത്യു ജോർജ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ സമകാലിക പൊതുജനാരോഗ്യ രംഗത്തെ താങ്കൾ വിലയിരുത്തുന്നത്? കേരളത്തിൻ്റെ ഒരു പൊതുജനാരോഗ്യ ആവശ്യങ്ങളെ പൊതുവായിട്ട് ചികിത്സാപരമായും അല്ലാതെ പ്രിവെൻഷൻ പ്രൊമോഷൻ എന്ന് പറയുന്ന പ്രതിരോധപരമായി 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ചികിത്സാ തരത്തിലുള്ള ഒരു ഏറ്റവും വലിയ പരിമിതി ഇപ്പോൾ നിലനിൽക്കുന്നത് കിടത്തി ചികിത്സ അല്ലെങ്കിൽ സെക്കൻഡറി ടെർഷ്യറി ലെവലിലുള്ള ആരോഗ്യരംഗത്തെ സേവനങ്ങളുടെ പര്യാപ്തതയില്ലായ്മയാണ് അല്ലെങ്കിൽ അപര്യാപ്തതയാണ്. അതിൻ്റെ ഒരു പ്രധാന ഭാഗമെന്ന് പറയുന്നത് സർക്കാർ തലത്തിലുള്ള ആരോഗ്യരംഗം ആവശ്യത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടും അതുവഴി പ്രൈവറ്റ് ആശുപത്രികളുടെ അധിക കടന്നുകയറ്റം സെക്കൻഡറി ടെർഷ്യറി തലത്തിലുള്ളത് കൊണ്ടും ഇത് പൊതുവായിട്ട് ജനങ്ങളെ സംബന്ധിച്ച് അധിക ചെലവിലേക്ക് വഴിതെളിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതാണ് ഒരു പ്രധാന പോരാഴികയായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രതിരോധം, പ്രിവെൻഷൻ, പ്രൊമോഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പ്രൈവറ്റ് ആശുപത്രികളോ അല്ലെങ്കിൽ ആശുപത്രികൾ ഇൻ ജനറലിലോ ഏറ്റെടുക്കുന്ന ഒരു വിഷയമല്ലാത്തത് കൊണ്ടും ചികിത്സാ സമ്പ്രദായം പ്രൈവറ്റ് ആശുപത്രികളുടെ ഒരു പ്രധാന ഏരിയ ആയതുകൊണ്ട് അതിൽ ഏറ്റവും അധികം പോരാഴികയുള്ളത് കിടത്തി ചികിത്സയുടെ അഭാവമാണെന്നാണ് എൻ്റെ ഒരു പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. മാത്യുവിൻ്റെ ഈ സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത് കേരളത്തിലെ മധ്യവർഗം ചികിത്സക്കായി ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെയാണെന്നാണ്. എനിക്ക് തോന്നുന്നു അസീസ് ഡോക്ടർ എത്രയോ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇങ്ങനെയൊരു സ്ഥാപനം, ദയാ ഹോസ്പിറ്റൽ പോലത്തെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പം സാറിൻ്റെ ഒരു എന്താണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളിൽ എന്ത് തരത്തിലുള്ള സേവനമാണ് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടത്? ഒരു ദയയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് സാറിനത് പറയാൻ പറ്റും തോന്നുന്നു. കേരളത്തിലെ മധ്യവർഗം മാത്രമല്ല, മധ്യവർഗത്തിൽ താഴെയുള്ളവരും
ഒരു പരിധി വരെ സ്വകാര്യ ആശുപത്രികൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരു ഡെഫിനറ്റായിട്ടുള്ള ചികിത്സ കിട്ടാൻ സ്വകാര്യ ആശുപത്രികൾ വേണമെന്നുള്ള ഒരു വിശ്വാസം ആളുകൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാരണം 32.5% ഇന്ന് 32% ആൾക്കാരും ഗവൺമെൻറ് ഹോസ്പിറ്റൽസാണ് ഉപയോഗിക്കുന്നത്. അവിടെയും ചില മധ്യവർഗക്കാരും ഉയർന്ന വർഗക്കാരും ഉണ്ട്, പക്ഷേ പലപ്പോഴും ശുപാർശയുടെ പേരിലായിരിക്കും അത്. പക്ഷേ സ്വകാര്യ ആശുപത്രികളിലാണ് സൗകര്യങ്ങളുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ആൾക്കാർക്കുണ്ട്. പലപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ നമ്മളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി, അതല്ലെങ്കിൽ RCC, അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സ്വകാര്യ ആശുപത്രികൾ കമ്പയർ ചെയ്യാവുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഒന്ന് നമ്മുടെ ആൾക്കാരുടെ സാമ്പത്തിക ശേഷി. എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ സാമ്പത്തിക ശേഷി നല്ലതാണ്. കാരണം വിദേശത്തു നിന്ന് ഒരുപാട് പണം വരുന്നുണ്ട്. പണം ഒരാൾക്ക് വന്നാലും അത് വ്യാപകമായിട്ട് ചെലവഴിക്കപ്പെടും. അപ്പോൾ ഒരുവിധം സമൂഹത്തിൽ എല്ലാവർക്കും അത് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന്. രണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു അനുഭവം, ഒരു 40%ഓളം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരാണ് നമ്മുടെ നാട്ടിൽ. ആ 40%, ബാക്കിയുള്ള 37% മാത്രമേ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ചെയ്യുന്നവരുള്ളൂ. അവർക്കും പലർക്കും പല സ്കീമുകളുണ്ട്. ഇപ്പോൾ മെഡിസെപ്പ് കുറേ പേർക്കുണ്ട്. മെഡിസെപ്പ് ഞങ്ങൾ എടുക്കുന്നില്ലെങ്കിലും മെഡിസെപ്പുള്ള പേഷ്യൻസ് ഇവിടെ വരാറുണ്ട് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട്. പിന്നെ വേറൊന്നുള്ളത്, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പബ്ലിക് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഇപ്പോൾ ഒരു പാവപ്പെട്ടവനാണ്, ഒരു ഗുരുതരമായ രോഗം ബാധിച്ചു, അപ്പോൾ നാട്ടുകാരൊക്കെ ഇടപെടും. സംഘടനകളുണ്ടാവും, അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകരുണ്ടാവും. അവരൊക്കെ ഇടപെട്ട് അവരെ ഏതെങ്കിലും ആശുപത്രികൾ, പലപ്പോഴും അവർ പ്രിഫർ ചെയ്യുന്ന അപ്പോൾ സ്വകാര്യ ആശുപത്രി ആയിരിക്കും. മെഡിക്കൽ കോളേജിലും കൊണ്ടുപോകാറുണ്ട്, പക്ഷേ അവിടെ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് അവസാനം പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുന്നൊരവസ്ഥയാണ് കാണാറുള്ളത്. കുറേ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് വളരണം എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം സർക്കാർ ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷങ്ങളായിട്ട് സർക്കാർ ചികിത്സയിലും വളരെയധികം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും പല ഡിപ്പാർട്ട്മെൻറ്റും കുറവാണ്. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ പിന്നീട് പറയാം, ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകിച്ച് സർക്കാർ സ്പോൺസേഡ് ഇൻഷുറൻസിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ആശുപത്രികൾ വളരാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അതിന് ഫണ്ട് ഇൻഷുറൻസിന് ചിലവഴിക്കുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഈ പ്രതിശീർഷ ആരോഗ്യരംഗത്ത് ചിലവാക്കുന്ന തുക മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ കൂടുതലാണ് അല്ലേ? നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ പറയുന്നത് 2013-14 കാലത്തിൽ 7,636 രൂപയായിരുന്നത് 2021-22 ആകുമ്പോഴേക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ മാറ്റി വെച്ചാലും അത് ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട്. 13,343 രൂപയാണ്. സ്വകാര്യ ആശുപത്രിയിൽ എത്രമാത്രം ചിലവാക്കുന്നു, അതുപോലെ തന്നെ പൊതുജനാരോഗ്യ രംഗത്ത് എത്രമാത്രം ചിലവാക്കുന്നു എന്നുള്ള കണക്കുകളും ഈ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് നമ്മളോട് പറയുന്നുണ്ട്. അത് 2013-14 അത് 76% പബ്ലിക്കിലെങ്കിൽ 21-22 ആവുമ്പോൾ അത് ശരിക്കും 51.1% കുറയുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പം 24% ആയിരുന്ന 2013-14 കണക്കുകൾ 2021-22 ആകുമ്പോഴേക്ക് 32.5% എന്താ പറയുക കൂടുന്നുണ്ട് പ്രൈവറ്റ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കേരളത്തിൻ്റെ സമീപകാലത്ത് കാണുന്ന ഏറ്റവും ഇപ്പോൾ IMA ഉൾപ്പെടെ വളരെ വ്യാകുലപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ വ്യാപകമായിട്ടുള്ള അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. അതുപോലെ തന്നെ അതിന് സമാന്തരമായിട്ടാണ് കഴിഞ്ഞൊരു 5 വർഷ കാലയളവിൽ വമ്പിച്ച തോതിലുള്ള സ്വകാര്യ നിക്ഷേപം, അത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സിലൂടെ കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലെത്തുന്നത്. 2021 തൊട്ടുള്ള ഒരു കണക്ക് പറയുന്നത് ഒരു 1306ഓളം ഔട്ട് പേഷ്യൻറ്റ് യൂണിറ്റ്സ് കേരളത്തിൽ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 444 ഇൻപേഷ്യൻറ്റ് യൂണിറ്റ്സ് പൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം കണക്കുകൾ സൂചിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു IMAയുടെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഒരു 2021 3677 സ്വകാര്യ ആശുപത്രികൾ ഉണ്ടായിരുന്നത് ഏതാണ്ട് 5402ഓളം ഹോസ്പിറ്റൽസായിട്ട് 2026 വരുമ്പം നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ഒരു തരത്തിൽ കൂടുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പലതരത്തിലുള്ള സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുന്നത് ഒരു ഒരേ ഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ആശുപത്രികളല്ല, മറിച്ച് കേരളത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. സ്വകാര്യ ആശുപത്രി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വൈവിധ്യമുള്ളൊരു മേഖലയാണ്. അത് ഏറ്റവും പോളിക്ലിനിക്കുകൾ തൊട്ട് ഈ പറയുന്ന പലതരത്തിലുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് തൊട്ട് പല സ്വഭാവങ്ങളിലുള്ള പലതരത്തിലുള്ള മാനേജ്മെൻറ്റുകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകൾ തന്നെ പല സ്വഭാവമുള്ള ഹോസ്പിറ്റലുകളാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു
സ്വകാര്യ ആശുപത്രി രംഗത്തേക്ക് വലിയ തോതിലുള്ള ഈ സ്വകാര്യ നിക്ഷേപം വരുന്ന ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യാനും ശ്രമിക്കുന്നത്. അതിൻ്റെ ചില കണക്കുകളും നമുക്ക് മുന്നിലുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നു 2021 കിംസിൽ ഏതാണ്ട് ഈ ബ്ലാക്ക് സ്റ്റോൺ, അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ വഴി എത്തിയിട്ടുള്ള ഈ ക്വാളിറ്റി കെയർ പ്രൈവറ്റ് ഇൻഷുറൻസ് ഏതാണ്ട് 3300 കോടി രൂപയാണ്. അതായത് അവരുടെ 80% ഷെയറാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത് 2500 കോടി, ഏതാണ്ട് 70% വരുന്ന അവരുടെ സ്റ്റോക്കാണ് ഇതിലേക്ക് പോയിട്ടുള്ളത്. ഈ KKR എന്ന് പറയുന്ന സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി, സ്വകാര്യ ഇക്വിറ്റി കമ്പനിയിലേക്ക് പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ എന്താ പറയുക, ഈ സബീൻ ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി കെയറിൽ മാത്രമുള്ളൊരു ചെറിയ ഹോസ്പിറ്റലാണ്. പക്ഷെ അതിൽ പോലും ഒരു $70 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ സ്വകാര്യ ഇക്വിറ്റി ഫണ്ട്സും ഈ കോർപ്പറേറ്റ്സും കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ തോതിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമ്മളെങ്ങനെ മനസ്സിലാക്കണം? പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ രംഗത്ത് ഇടപെടുന്ന, അതിനെക്കുറിച്ച് വലിയ തോതിൽ കൺസേൺസ് ഉള്ള ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചർച്ചയിൽ നമ്മൾ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഹസീബ് സാറാണ് CEO ആണ് ദയ ഹോസ്പിറ്റൽസിൻ്റെ. അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരാളാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്? തുടർന്ന് നമുക്ക് അതിൻ്റെ മറുഭാഗങ്ങൾ എന്താണെന്നുള്ള ചർച്ചയിലേക്ക് പോവാം. നമ്മൾ ഇതിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം ഇതിലുള്ള ഗവൺമെൻറ് സ്പെൻഡിങ് എത്രയെന്നുള്ളത് കുറച്ച് കണക്കുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ 2% അറൗണ്ട് 2% ആണ് ഹെൽത്ത് കെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. എത്ര പോലും ഇല്ല, ഇറ്റ്സ് ലെസ് 1.4 ആണ്. നൗ അത് കമ്പയർ ചെയ്യേണ്ടത് ഒരു വേൾഡ് ആവറേജ് അറൗണ്ട് 10%. യൂറോപ്യൻ ആവറേജ് അറൗണ്ട് 9 to 10%. US averages 16-17%. ഇപ്പോൾ ഒരു സ്കാൻഡിനേവിയൻ കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ്ലി പബ്ലിക് ഫണ്ടഡ്. സോ അവിടെ അവർ 10-15% ഓഫ് ദ ഇയർലി സ്പെൻഡിങ് സ്പെൻഡ് ഓൺ ഹെൽത്ത് കെയർ. അപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ഒരു എൻറ്റിറ്റിക്കുള്ള സ്കോപ്പ് അവിടെ ഇല്ല. നമ്മൾ ഇത്രയും വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ഇഫ് യു സ്പെൻഡ്, നമ്മൾ ഡിഫൻസിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 15% ഓഫ് അവർ സ്പെൻഡിങ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന 20%. അപ്പോൾ അതിൻ്റെ വളരെ മിനിസ്ക്യൂൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് ഹെൽത്ത് കെയറിലും റിലേറ്റഡ് അതുപോലെയുള്ള പബ്ലിക് ഇൻഫ്രയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതിങ്ങനെ ചെയ്യുമ്പം ഇനി WHO പറയുന്നത് ഓരോ 1000 ആൾക്കും 3.5 ബെഡ് വേണമെന്നാണ്. 3.5 ബെഡ്സ് പെർ 1000 പോപ്പുലേഷൻ വേണമെന്നാണ് പറയുന്നത്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇതിൽ നിൽക്കുന്നത്. കേരളത്തിന് 2ൽ കുറവ് ബെഡേ ഉള്ളൂ. അപ്പോൾ നമുക്കുള്ള ബെഡുകൾ ഇരട്ടിയാക്കണം. കേരളത്തിൽ 100 ബെഡ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് 200 ബെഡ് ആവണം ഒന്ന്. പക്ഷെ അത് അത്രയും ബെഡുകൾ കൂടണം, അല്ലെങ്കിൽ ആശുപത്രി ബെഡുകൾ കൂടണം എന്നുണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ഗവൺമെൻറ് അതിൽ സ്പെൻഡ് ചെയ്യുന്നില്ല. അതിനർത്ഥം പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് സ്പെൻഡ് ചെയ്യണം. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തത് അല്ലെങ്കിൽ കോർപ്പറേറ്റീവ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് ഉണ്ടാവണം. കോർപ്പറേറ്റീവ്സും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർമലി കേരളത്തിൽ കാലങ്ങളായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അസീസ് ഡോക്ടർ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് ഡോക്ടർ ഇനീഷ്യേറ്റീവ് എടുത്ത് ഗൾഫിൽ നിന്നും നാട്ടിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടുവന്ന് ഒരു 300 പേര് ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ റെയർലിയാണ് സക്സസ്ഫുൾ ആവാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ഫണ്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്തത് as long as there is lesser spending by government in healthcare, there will be a private investment. ഇനി പ്രൈവറ്റ് ഇക്വിറ്റി എന്താണെന്നുള്ളത് പറയാം. എൻ്റെ അഭിപ്രായത്തിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഒരു ബെഹിമോത്തായി കാണുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് ക്ലാസ് ആണ്. അതായത് ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അവർ ഒന്നെങ്കിൽ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പ്രൈവറ്റ് ഇക്വിറ്റി കൊടുത്തിട്ട് അവരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ഒന്ന് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട്സ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കാനഡയിലെ ഒൻറ്റാരിയോ പബ്ലിക് പെൻഷൻ ഫണ്ട് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കാനഡയിലെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ടീച്ചേഴ്സിൻ്റെ പൈസയാണ് ഇന്ത്യയിലെ ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസ് ഫണ്ട്സ്, ഇതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട്, അതായത് ലോൺ എടുത്തിട്ട്, ഇവർക്ക് ആക്ച്വൽ ലോൺ എടുത്തിട്ട് ഇത് സ്വരുക്കൂട്ടി ഇതാണ് ഒരു
ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. ഇത് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഒന്നുകിൽ ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടമായിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇതുപോലെ ഫണ്ട് മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഈ പ്രൈവറ്റ് ഇക്വിറ്റി എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ട് ഇങ്ങനത്തെ ഒരു സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പെൻഡിങ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറവായിട്ടുള്ള സമയത്ത്, റിക്വയർഡിൻ്റെ ഒരു 1/4 ഉള്ള സമയത്ത് എന്തായാലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും, അൺലെസ് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി നാട്ടിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. മാത്യു, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഏറ്റവും വിമർശനാത്മകമായി നമ്മൾ പഠിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഹസീബ് പറഞ്ഞിട്ടുള്ളത്. ഈ ആരോഗ്യരംഗത്തുള്ള സർക്കാർ നീക്കി വെക്കുന്ന തുക അങ്ങേയറ്റം നാണംകേട് തോന്നുന്ന ഒരു തുക തന്നെയാണ്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും കുറവ് ആരോഗ്യരംഗത്ത് ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ. അത് സ്വാഭാവികമായിട്ടും നമ്മളത് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ എങ്ങനെയാണ് ഒരു നിയോ ലിബറൽ എക്കണോമിക് പോളിസീസിൻ്റെ ഒരു ഗ്ലോബലൈസേഷന് ശേഷം വന്നിട്ടുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങൾ, ആ ഘടനാപരമായിട്ട് വലിയ മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് വരുന്നു. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ആരോഗ്യമേഖലയെ തന്നെയായിരിക്കും. അതിൽ പലപ്പോഴും നമ്മൾ പറയുന്നത് സർക്കാർ തുക ചെലവഴിക്കുന്നില്ല, പിന്നെ എന്താണ് അതിനകത്തുള്ള സാധ്യതകൾ എന്നുള്ളതാണ്. അപ്പം അത് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിലൂടെയുള്ള ആശുപത്രികളുടെ ഒരു കോർപ്പറേറ്റ് വൽക്കരണമാണോ, അല്ലാതെ മറ്റെന്ത് സാധ്യതകളാണ് നമുക്കിവിടെ ഉണ്ടാവുക? 90കളുടെ മധ്യത്തോടെ നമ്മളെല്ലാം ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോസ്റ്റ് കൂടുന്നു ഹെൽത്ത് കെയറിൻ്റെ. ഇതാണ് ഒരു പ്രധാന പ്രശ്നം. പിന്നെ ഞാൻ ആ കുറഞ്ഞ അലക്കേഷനെ കുറിച്ച് വരാം, അതായത് 5% താഴെയുള്ള അലക്കേഷൻ ഉണ്ടാകുന്ന പ്രശ്നം. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആരോഗ്യരംഗത്ത് ഹെൽത്ത് കെയർ കോസ്റ്റ് കൂട്ടിയിട്ടുള്ളത്? ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം നാളുകളായിട്ട്, അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ അളവ് കൂടുതലുകൊണ്ട് കൂടുതൽ ആൾക്കാർ ചികിത്സ എടുക്കുന്നത് കൊണ്ടാണോ, അതോ ഓരോ പ്രൊസീജിയറിനും ഉണ്ടാകുന്ന കോസ്റ്റ് ഇൻഫ്ലേഷനാണോ? ഫോർ ഇൻസ്റ്റൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു കിച്ചൺ ഇഞ്ചുറി എന്നൊക്കെ പറയുന്ന 2 or 3 തുന്നൽ വേണ്ട ഒരു പ്രൊസീജിയർ, ഇതേ പ്രൊസീജിയറിന് 20 വർഷം മുമ്പുണ്ടായിരുന്ന കോസ്റ്റ് എന്തായിരുന്നു, ഇപ്പോഴത്തെ കോസ്റ്റ് എന്താണ്? പ്രസവത്തിനുള്ള കോസ്റ്റ് 20 വർഷം മുമ്പ് എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്? അപ്പം യൂണിറ്റ് കോസ്റ്റ് നോക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വർധനവാണോ, അതോ മൊത്തത്തിൽ കൂടുതൽ ആൾക്കാർ ചികിത്സ എടുക്കുന്നത് വഴി ഉണ്ടാകുന്ന കോസ്റ്റിൻ്റെ കൂടുതലാണോ? ഇത് വളരെ സീരിയസ് ആയിട്ട് നോക്കുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് പെർ യൂണിറ്റ് കോസ്റ്റ് ഓരോ പ്രൊസീജിയറിനും വളരെയധികം കൂടി എന്നുള്ളതാണ്. അതിന് നോക്കുമ്പോൾ ഒന്ന് പറയുന്നത് കൺസ്യൂമറിസം മറ്റ് ഫീൽഡിലുള്ള പോലെ ഹെൽത്തിലുമുണ്ട്. ഒരു ജസ്റ്റിഫിക്കേഷൻ അതാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഡിസോൾവിങ് സ്റ്റിച്ചസ് ഉപയോഗിക്കുന്നു നോർമൽ സ്റ്റിച്ചിനെക്കാട്ടിൽ, അത് ക്വാളിറ്റി കൂടുതലാണ്. ഇങ്ങനെയുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെ വളരെ കൂടുതലായിട്ട് കോസ്റ്റ് കൂട്ടുന്ന ഒരു പ്രൊസീജിയറിലെത്തി നമ്മൾ നിൽക്കുകയാണ്. ഈവൻ ഇൻഷുറൻസ് പോലും സസ്റ്റൈനബിലിറ്റി ആവാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത്. അതായത് സസ്റ്റൈനബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷം വരെ കവറേജ് ഉണ്ടായിരുന്നുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നത് 25 ലക്ഷം ഉള്ള സ്കീം ഉണ്ടെങ്കിൽ ഇപ്പം കവറേജ് പറ്റുന്നില്ല. അടുത്തൊരു 5 വർഷം കഴിഞ്ഞാൽ 50 ലക്ഷം ആയാലും പറ്റില്ല എന്നൊരവസ്ഥ എത്തി നിൽക്കുകയാണ്. ഇറ്റ്സ് എ ക്രൈസിസ് ആക്ച്വലി. അപ്പം പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് കെയർ ആണ് കൂടുന്നത് എന്നുണ്ടെങ്കിൽ വി ഷുഡ് എക്സാമിൻ. ഈവൻ ഞാൻ പറയുകയാണ്, ഹോസ്പിറ്റൽസ്, എത്ര ഹോസ്പിറ്റൽസ് ആണ് കഴിഞ്ഞ 20 or 30 വർഷം കൊണ്ട് പ്രൊസീജിയറൽ കോസ്റ്റിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്? എവിടെയാണ് ഈ കോസ്റ്റ് കൂടുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കോസ്റ്റ് കൂടുന്നത്? ഇത് പറയാൻ കാരണം പ്രൈവറ്റ് ഇക്വിറ്റിയിൽ എന്തുകൊണ്ട് ഹെൽത്ത് പ്രധാനമാവുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ മെഡിക്കൽ കെയറിനെ ഒരു സർവീസ് സെക്ടറായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ സുപ്രീം കോർട്ടിലൊരു കേസ് നടക്കുന്നുണ്ട്, വെദർ മെഡിക്കൽ കെയർ ഓൾസോ ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ഇൻഡസ്ട്രി ഓർ നോട്ട്, ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് അതേഴ്സ്. ദ മൊമെൻറ്റ് യു ഷിഫ്റ്റ് ഇറ്റ് ഇൻ ടു ഇൻഡസ്ട്രി, എവറി ഇൻറ്ററാക്ഷൻ വിത്ത് ദ പേഷ്യൻ്റ് അല്ലെ രോഗിയായിട്ട് കിട്ടുന്ന എല്ലാ ഇൻറ്ററാക്ഷൻ ഓപ്പർച്യൂണിറ്റി ഇസ് എ പ്രോഫിറ്റ് പോസിബിലിറ്റി. ആ ഒരു ഷിഫ്റ്റിലേക്കാണ് മെഡിക്കൽ കെയർ ആസ് എ റൈറ്റ്, അല്ലെങ്കിൽ ആസ് എ സിറ്റിസൺ റൈറ്റ് എന്ന് പറയുന്ന ബേസിക് നീഡിൽ നിന്ന് മെഡിക്കൽ കെയറിനെ ഒരു കമ്മോഡിറ്റി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ്. പ്രൈവറ്റ് സെക്ടർ എൻ്റർ ചെയ്യുമ്പോഴും പ്രൈവറ്റ് ഇക്വിറ്റി അതിനെ ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കുന്നു. എന്തുകൊണ്ടായിരിക്കണം കാനഡയിലെ സർവീസ് സെക്ടറിലുള്ളവർ ഇന്ത്യൻ ഹെൽത്ത് കെയർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക? കാരണം ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഫിറ്റ്. അപ്പം അത് ഏറ്റവും കൂടുതലുള്ളത് 14-15% ഉള്ളത് ഹെൽത്ത് കെയറിലാണ് ആസ് കമ്പയർഡ് ടു റിയൽ എസ്റ്റേറ്റ്. അത് 80s 90s നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ വൈസ് നോക്കുമ്പം കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ അൺഅഫോർഡബിൾ ആണ്. അത് എന്തുകൊണ്ടാകുന്നു എന്നുള്ളത്
ഐ റിയലി വിഷ് ഹോസ്പിറ്റൽ ഷുഡ് കം ഔട്ട് വിത്ത് സ്റ്റഡീസ്. എവിടെയാണ് സി സെക്ഷൻ, ഇപ്പം നമ്മൾ പറയും, വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുന്നതാണ്, സി സെക്ഷൻ കൂടുന്നു. നമ്മൾ ശരിക്കും പബ്ലിക് ഹെൽത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് നോക്കുമ്പം ആർ വിമൻ ഗെറ്റിംഗ് വേഴ്സ് ഇൻ ഹെൽത്ത് കെയർ ഫ്രം പ്രീവിയസ് 20 years? കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പ് സ്ത്രീകൾ പൊതുവേ അവരുടെ ഒരു ഹെൽത്ത് കെയർ വെച്ച് നോക്കിയാൽ ദേ ആർ ആക്ച്വലി ബെറ്റർ ദാൻ പ്രീവിയസ്. സോ നമ്പർ ഓഫ് സി സെക്ഷൻ ഷുഡ് ബി റെഡ്യൂസിങ്, ഓവറോൾ ഹെൽത്ത് ഇസ് ഇംപ്രൂവിങ്. അപ്പം പക്ഷേ നേരെ തിരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് ഇൻറ്റൻസീവ് പർപ്പസ് എന്നുള്ള ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് മെഡിക്കൽ കെയർ അതിൻ്റെ ബേസിക് സ്വഭാവമായിട്ടുള്ള റൈറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അതൊരു ഇൻഡസ്ട്രിയിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഈസ് ഫ്യൂവലിംഗ് ഇറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ. കാരണം ആസ് എ പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽ ഐ എം കൺസേൺഡ് അബൌട്ട് അതുകൊണ്ട് എത്ര പേരാണ് പുറത്താക്കപ്പെടുന്നത്. കാരണം അവിടെ നമ്മൾ ഇൻഷുറൻസ് ഇപ്പം 5 ലക്ഷം കൊടുത്തിട്ടും മതിയാവുന്നില്ല. അപ്പോൾ ഏത് ലെവൽ വരെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റ് ആണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കാരണം അത് പോപ്പുലേഷൻ ലെവലിൽ നോക്കുമ്പോൾ അതാണ് പബ്ലിക് ഹെൽത്തുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസേൺ. കാരണം ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഓരോ പ്രൊസീജിയറിനും കോസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ പോലും ഓരോ യൂണിറ്റ് കോസ്റ്റിൽ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ടൈം എടുത്തു കഴിഞ്ഞാൽ 10, 20, 30 ടൈംസ് ആണ് കൂടുന്നത്. അതിന് പ്രധാന കാരണം പോലും യൂസ് ചെയ്യുന്ന കൺസ്യൂമബിൾസിൻ്റെ കോസ്റ്റും പിന്നെ മാൻ പവർ കോമ്പൻസേഷൻ, ഓരോ മാൻ പവറിനും കൊടുക്കുന്ന കോമ്പൻസേഷൻ എത്രയാണെന്ന് വെച്ചാൽ അതും വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ ഒരു ബേസിക് സർവീസിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്കുള്ള ഷിഫ്റ്റ് ഇസ് കൺസേണിങ്. അതാണ് ഒരു കൺസേൺ. അത് പ്രൈവറ്റ് ഇക്വിറ്റിയുടെ കോണ്ടെക്സ്റ്റ് ഇറ്റ് വിൽ അഗ്രവേറ്റ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പം എന്താണ് അടിസ്ഥാനപരമായിട്ടൊരു ഡോക്ടറുടെ പ്രൊഫഷണൽ ഓട്ടോണമിക്ക് സംഭവിക്കുന്നത്? പ്രൊഫഷണൽ ഓട്ടോണമി ഏതെങ്കിലും രീതിയിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പഠനങ്ങൾ പറയുന്നതൊന്നും ഡോക്ടേഴ്സ് ഹൈ സാലറീഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കൊരു റവന്യൂ ലിങ്ക്ഡ് ആയിട്ടുള്ള ടാർഗറ്റ്സ് വരുന്നു. ഈ ഒരു ടാർഗറ്റ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ്, ഓട്ടോണമി, അതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റുമെന്ന് ഡോക്ടർക്ക് കരുതുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മളത് നൈതികമായിട്ട് ആ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക? അത് സാധ്യമാണോ എന്നൊക്കെ ഉള്ളതാണ് ഒരു ആശങ്കയായിട്ടുള്ളത്. ഒന്ന്, ആൾക്കാർക്ക് പഴയ അവസ്ഥയല്ല വേണ്ടത്. കാരണം ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂടുതൽ വേണം. ആൾക്കാർക്ക് പലർക്കും AC വേണം, അതൊക്കെ സർവീസിലും വേണം. ഓരോരുത്തരെയും കൊണ്ടുപോകാനുള്ള, ഓരോരുത്തരെയും നയിച്ച് കൊണ്ടുപോകാനും ലാബിൽ കൊണ്ടുപോകാനും അപ്പോൾ കൂടെ ഫുൾ ടൈം ആൾ വേണം. പിന്നെ പലർക്കും ഹൈ എൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. അപ്പോൾ ഞങ്ങളൊരു സാധാരണ ലാപ്രോസ്കോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം പലരും ചോദിക്കും 3D ഉണ്ടോ എന്നാണ് ചോദിക്കുക, അല്ലെങ്കിൽ റോബോട്ടിക് സർജറി ഉണ്ടോ എന്നാണ് ചോദിക്കുക. അതൊരു കാരണം. മൂന്നാമത്തെ കാരണം. 2, ആൾക്കാർക്ക് അവരുടെ സമയം വളരെ പ്രധാനപ്പെട്ടാണ്. അത് നമ്മളും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സ്പീഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഫ്രോസൺ സെക്ഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ സ്കാനിങ്ങിനൊക്കെ ചിലപ്പോൾ എമർജൻസി ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ പ്രശ്നം. അപ്പോൾ ആൾക്കാരുടെ കോർപ്പറേറ്റ്, ഏകദേശം അതിന് പറയാം, ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള സേവനം ആൾക്കാർ പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാൻ പവറും അതുപോലെ തന്നെ സാധനങ്ങളുടെയും കൂട്ടും. പിന്നെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ആദ്യം പരമാവധി റീയൂസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് സാധനങ്ങളൊക്കെ. കാരണം ഡിസ്പോസിബിൾസ് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യാമെന്ന് ഉപയോഗിച്ച്. പിന്നെ സർക്കാർ നിയമം വന്ന് ഡിസ്പോസിബിൾസ് തന്നെ ഉപയോഗിക്കണം എന്നുള്ള നിയമം സർക്കാരിൻ്റെ അടുത്ത് വന്നു. പിന്നെ ആൾക്കാരും അത് തന്നെ പറയുന്നത്. ഇപ്പോഴും ഇപ്പോൾ ഇൻഷൂർഡ് പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഉണ്ട്. അത് നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത്, ഇപ്പോൾ ടാക്കേഴ്സ്, അതുപോലെ ചില പിന്ന്, അങ്ങനത്തെ ചില സാധനങ്ങളുണ്ട്. അത് റീയൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ 30 ഉള്ളത് എല്ലാവർക്കും ഉപയോഗിക്കണം എന്നില്ല. അത് 5 ഉപയോഗിച്ചാൽ ബാക്കിയാവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ നിയമപ്രകാരം പ്രോട്ടോക്കോൾ അനുസരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ ചിലത് വേണ്ടാന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും ഇൻഷുറൻസും വന്നതോടുകൂടി കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അത് കോർപ്പറേറ്റ് വൽക്കരണം എന്ന് മാത്രം പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളൊക്കെ ചെറിയൊരു ആശുപത്രി സെറ്റപ്പ് ആകുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്ന് ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ വേറെ സ്ഥലത്തേക്ക് പോകും. ഇല്ല, ഞങ്ങളിവിടെ ഇല്ല, ഞങ്ങൾക്ക് വേറെ സ്ഥലം, കുറച്ച് ഉയർന്ന സ്ഥലത്തേക്ക് പോകണം, ആസ്റ്ററിൽ പോകണം, അമൃതയിൽ പോകണം എന്ന് പറയും. ഇപ്പം അതിവിടെ ഇല്ല. കാരണം നമുക്ക് സൗകര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂലധന ചെലവ് കൂടുകയാണ്. ഇപ്പോൾ നേരത്തെ ആശുപത്രികൾ അടച്ചുപൂട്ടുന്ന കാര്യം പറഞ്ഞു. ഞാൻ മീഡിയം ഹോസ്പിറ്റലിൽ ഇപ്പോൾ IMAയുടെ 440 ആണെങ്കിലും ഞങ്ങൾ KPHA പറയുന്ന 600ഓളം ആശുപത്രികൾ കഴിഞ്ഞ 5 വർഷത്തിൽ അടച്ചുപൂട്ടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ വേറൊരു കണക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു. അതായത് 5400 ഹോസ്പിറ്റലായിട്ട് വളർന്നിട്ട്, 3000 ജില്ലാ ഹോസ്പിറ്റൽ 5400 ഹോസ്പിറ്റലായിട്ട് വളർന്നു. ഇതെല്ലാം കോർപ്പറേറ്റ് സെക്ടറിലല്ല, ചെറുകിട ആശുപത്രിയിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ചെറുകിട ആശുപത്രികളുടെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയ ആശുപത്രികളെ കണ്ട് അവർ ലോൺ എടുത്ത് അവിടുത്തെ സൗകര്യങ്ങൾ ഉണ്ടാക്കും. പക്ഷേ അതനുസരിച്ച് ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ കടക്കണിയിലാവും. അതുകൊണ്ടാണ് പല ആശുപത്രികളും പൂട്ടേണ്ടി വരുന്നത്. പിന്നെ പണ്ടൊക്കെ നമുക്ക് പറയായിരുന്നു ഒരു സഹാനുഭൂതിയോടെ ചികിത്സിക്കുന്ന ഡോക്ടർ മെയ്ഡ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു എന്ന്.
പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് എല്ലാ ബിസിനസ് നടത്തുന്നതും ആശുപത്രികൾക്ക് ബിസിനസ്സായിട്ട് കിടക്കും. സേവനം ഒന്നും മുഴുവനാക്കി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സേവനത്തിലൂടെ ഒരു ബിസിനസ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിവിടെ വരുന്ന ഒരു ഡോക്ടറോട് പറയാറുള്ളത്, കാരണം ഹയർ സാലറി കൊടുക്കണം. ഇപ്പോൾ ഞങ്ങളുടെ പോലത്തെ ഹോസ്പിറ്റലിന് അത്യാവശ്യം സാലറി കൊടുക്കണം. ഞാൻ പറയും, നിങ്ങൾ പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് കൂടുതൽ ചെയ്യരുത്. നിങ്ങളതുപോലെ തന്നെ മരുന്നുകൾ കൂടുതൽ എഴുതരുത്. പിന്നെ ആശുപത്രിയിൽ അധിക ദിവസം പേഷ്യൻസിനെ കിടത്തരുത്. നിങ്ങൾ പേഷ്യൻസിൻ്റെ കൂടെ നമുക്ക് ആൾക്കാരെ സഹകരിച്ചിട്ട് അവരുടെ ഒരു സൽപ്പേര് കിട്ടിയിട്ടുള്ള ഒരു വോളിയം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഞങ്ങളുടെ പോളിസി അതാണ്. അതായത് പരമാവധി ചികിത്സാ ചെലവ് കുറച്ച് ആൾക്കാരെ ആകർഷിച്ച് ബിസിനസ് കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. കാരണം ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു 10 ലക്ഷം രൂപ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം കിട്ടുന്ന ഡോക്ടറെ ഒരു 10 ലക്ഷം രൂപയ്ക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പറയില്ല. അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ള അവർ കുറച്ചുകൂടി ജൂനിയേഴ്സിനെ നിയമിക്കും. അവർക്ക് പേഷ്യൻസിനെ അവർക്ക് റീചാൻഡിൽ ചെയ്യും. അതായത് ഈ 10 ലക്ഷംകാരൻ്റെ പേഷ്യൻസിന് ജൂനിയേഴ്സിന് കൂടി കൊടുത്താൽ അവരുടെ വരുമാനം കുറയും. അപ്പോഴാണ് അവർ ടാർഗറ്റിനെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ ടാർഗറ്റിന് വേണ്ടി ചിലപ്പോൾ മരുന്ന് എഴുതാനോ അതിനൊക്കെ ഉണ്ടാവും. ഞാനിവിടെ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ടുള്ള ഡ്രഗ്സ്, അത് ഞാൻ എഴുതരുതെന്നാണ് ആൾക്കാരോട് പറയാറ്. എന്നാലും എഴുതും ആൾക്കാർ. അതുപോലെ തന്നെ എംപിരിക്കൽ ഡ്രഗ്സ് എഴുതരുതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് പേഷ്യൻസിൻ്റെ, രോഗികളുടെ തൃപ്തിയാണ്. അങ്ങനെ നമ്മുടെ വോളിയം കൂട്ടുക, കൂടുതൽ ആൾക്കാർ വരിക എന്നുള്ളതാണ്. നേരെ മറിച്ച് കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അത് അങ്ങനത്തെ ഒരു മാനുഷിക ബന്ധങ്ങൾ ഉണ്ടാവണം എന്നില്ല. പക്ഷെ ഡോക്ടർ, ഇപ്പം ഇത്ര ദയയും ഇപ്പം ഇക്വിറ്റി ഫണ്ട്സ് സ്വീകരിക്കുന്ന സമയത്ത് നിക്ഷേപത്തിലേക്ക് വരുമ്പം ആ നിലപാടിൽ ഡോക്ടർക്ക് പൂർണ്ണമായും ഉറച്ചു നിൽക്കാൻ പറ്റും? ഇതിപ്പോൾ ഒരു മാർക്കറ്റാണ്. ഇപ്പം ഇത് നമ്മൾ സർവീസ് എന്നുള്ള ഐഡിയ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന പോലുമില്ല. ഈവൻ ലീഗലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സാണ്, അത് പേഷ്യൻസ് ആയിട്ടല്ല കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വലിയൊരു ട്രാൻസിഷൻ എന്ന് പറയുന്ന ആരോഗ്യരംഗത്തുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് കുറെ കൂടി കൊമേഴ്സ്യലായി എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നിട്ട് ഇങ്ങനൊരു ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ലാഭം വേണ്ടി വരുമല്ലോ. അപ്പം എത്രമാത്രം ഇങ്ങനെയുള്ളൊരു ഇപ്പം ഡോക്ടേഴ്സിനോട് ടാർഗറ്റ് ഓറിയൻറ്റഡ് അല്ലാതെ നിർത്താൻ പറ്റും? അത് സാധിക്കുമോ? ശരി, സാധിക്കും. കാരണം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തത് 28% ആണ്. ചിലപ്പോൾ ഒരു 10% കൂടി എടുത്താൽ അതിന് മൈനോറിറ്റി സ്റ്റേക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ആവശ്യപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ അത് നമ്മൾ തീരുമാനിക്കും. റേറ്റുകൾ ഞങ്ങൾ തീരുമാനിക്കും. മറ്റുള്ള പോളിസീസ് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ്. അത് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടത് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ നോക്കുന്നത്, ഇപ്പോൾ ഏത് ഹോസ്പിറ്റൽ ഏറ്റെടുക്കുമ്പോഴും അവർ നോക്കുന്നത് ഒന്ന് അവരുടെ ടീമാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഇതിൻ്റെ ഡിവിഡൻഡ് കിട്ടി ഡിവിഡൻഡ് കിട്ടി കൊണ്ടുപോകാനല്ല ഉദ്ദേശിക്കുന്നത്. അതായത് അത് വാങ്ങുക അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ആ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ വേറെ പല, ഇപ്പോൾ ഒരു ക്യാൻസർ സെൻ്റർ ഇവിടെ വരുന്നുണ്ട്, ഒരു വുമൺ ചിൽഡ്രൻ ഹോസ്പിറ്റൽ വരുന്നുണ്ട്, പിന്നെ കുറച്ച് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതിനാണ് ഇപ്പോൾ, കാരണം ഇപ്പോൾ ഒഫ്താൽമോളജി വേറെയായി, കോസ്മെറ്റിക് സർജറി വേറെയായി. ഇപ്പോൾ സിംഗിൾ സ്പെഷ്യാലിറ്റി സെൻറ്റേഴ്സ് 3-4 വരും. പിന്നെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റൽ എടുക്കും. അതായത് വികസിപ്പിക്കുക, അതായത് ബിസിനസ് വികസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടേൺ ഓവർ കൂടും. ഈ ടേൺ ഓവർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ വിചാരിച്ച പോലെ കൂടില്ല. കാരണം പ്രത്യേകിച്ച് വികസന സ്റ്റേജിൽ കൂടില്ല. ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് 300 ബെഡ് ഉണ്ടെങ്കിൽ അത് 600 ബെഡാക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതുപോലെ ടേൺ ഓവറും ചിലപ്പോൾ ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂട്ടാനും പറ്റും. അപ്പോൾ ഇതാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവർ ലാഭത്തിൻ്റെ അല്ല. അപ്പോൾ ഇത്ര 500 crores ടേൺ ഓവറുള്ള, അല്ലെങ്കിൽ 600 crores ടേൺ ഓവറുള്ള ഒരു ഹോസ്പിറ്റലിന് വേറെ ഇതുപോലത്തെ ഒരു ഫണ്ട്, ഇപ്പോൾ ഒണ്ടോറിയോ ടീച്ചേഴ്സ് ഫണ്ടും KKR ബ്ലാക്ക് സ്റ്റോണൊക്കെ വരിക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരതിനനുസരിച്ചാണ് വിലയിടുക. അപ്പോൾ ഇപ്പോഴുള്ള ഈ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇതിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യും. അവർ മറ്റവർക്ക് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ IPO, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അല്ലാതെ കാരണം കേരളത്തിലൊരു പ്രശ്നമുണ്ട്. ഇത് ആൾക്കാർ റേറ്റ്, ഇപ്പോൾ ആൾക്കാർ അല്പം ബുദ്ധിമാന്മാരാണ്, റേറ്റ് കമ്പയർ ചെയ്യും ആൾക്കാർ. അവരെ പറ്റിക്കാൻ പറ്റും, അത് ശരിയാണ്. കാരണം ചികിത്സയുടെ കുറച്ച് കോംപ്ലിക്കേഷൻസും പറഞ്ഞ്, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളൊക്കെ പറഞ്ഞ്, പക്ഷെ അതൊന്നും എപ്പോഴും നടക്കില്ല. അപ്പോൾ ആൾക്കാരിപ്പോൾ ആ ഹോസ്പിറ്റലിൽ എത്രയാണ് റേറ്റ്, ഈ ഹോസ്പിറ്റലിൽ എത്ര റേറ്റ്, പലരും കൊട്ടേഷൻ എടുത്താൽ വരാറ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു കോളിസ്റ്റക്ടമിക്ക് എത്ര വരും, റോബോട്ടിക്സിന് എത്ര വരും, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക്ക് എത്ര വരും എന്നുള്ളത്, അങ്ങനെയാണ് ആൾക്കാർ വരുന്നത്. ആൾക്കാരെ നമുക്ക്, കാരണം ചികിത്സാ ചെലവ് കോർപ്പറേറ്റ്സ് വന്നാൽ കൂടുക എന്ന് പറഞ്ഞാൽ ഈ ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനത്തെ ഇപ്പോൾ ഈവൻ നമുക്കിവിടെ റീനൽ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. ആൾക്കാർ
ഇപ്പോൾ എറണാകുളത്ത് പോയാൽ അന്വേഷിച്ചിട്ടാണ് ഇവിടെ വരിക, ഇവിടെ എത്ര റേറ്റ് എന്ന് ചോദിച്ചിട്ട് സാധാരണ വരാറുള്ളത്. അപ്പോൾ ഈ ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല സർവീസ്, ഇപ്പോൾ ഓരോരുത്തരും കൊണ്ടു നടക്കുന്നത് അതിനൊക്കെ അവർ ചാർജ് ഈടാക്കും. അതുപോലെ ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റിനും സർവീസിനുമാണ് ഇവർ കൂടുതൽ ചാർജ് ചെയ്യുക. ലക്ഷറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവിടെ ഒരു മ്യൂസിക് നൈറ്റൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ നല്ല ഒരു ഹോട്ടൽ പോലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ക്യാൻറ്റീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബൈ സ്റ്റാൻഡേർഡ് റൂം ഉണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ആൻസിലറി ഫെസിലിറ്റീസ് കൊടുത്തിട്ടാണ്. ചികിത്സയ്ക്ക് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മളുടെ ചെറുകിട ഹോസ്പിറ്റൽ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ മിഷനറി ഹോസ്പിറ്റൽസൊക്കെ. അതുകൊണ്ട് വളരെ കൂട്ടാനൊന്നും അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടാർജറ്റ് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ മിഷനറി ഹോസ്പിറ്റലിലുണ്ട്, എല്ലായിടത്തും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ആ ടാർജറ്റിന് പകരം വേറൊരു അപ്രോച്ച് എടുത്തതേ ഉള്ളൂ. ഹസീബ് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഇൻവെസ്റ്റേഴ്സുമായിട്ട് കൂടി ഇടപഴകുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പം സാർ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു പ്രൈസ്, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു നമ്മൾ ഈടാക്കുന്ന ചികിത്സാ ചെലവ് കൂട്ടാതെ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ ആണോ? അല്ല, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭമാണ് അവർ ആഗ്രഹിക്കുന്നത്, അവർ സേവനം താല്പര്യരായിട്ടല്ല വരുന്നത്. സ്വാഭാവികമായിട്ടും സേവന താല്പര്യത്തിൽ നിന്ന് ലാഭത്തിലേക്ക് മാറുമ്പം അത് ചികിത്സാ ചെലവ് സ്വാഭാവികമായും കൂടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഇപ്പോൾ കോസ്റ്റ് ഇൻഫ്ലേഷൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് പലപ്പോഴും ഈ അഡ്വാൻസ് ഡയഗ്നോസ്റ്റിക്സ് വേണ്ടി വരുന്നു, അതുപോലെ തന്നെ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണ്ടി വരുന്നു, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ പവേഴ്സ് വേണ്ടി വരുന്നു, പിന്നെ ഡിജിറ്റൽ സിസ്റ്റംസ് ഉണ്ടാക്കേണ്ടി വരുന്നു. അത്തരത്തിൽ അതുപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരു ലോങ് സ്റ്റാൻഡിങ്ങിൽ ഇപ്പം വളരെ എന്താ പറയുക, ഒരു ലോങ് ടേം പ്ലാനിങ്ങും അതോടൊപ്പം തന്നെ ഒരു ഇംപ്രൂവ്ഡ് ഗവേണൻസ്, എഫിഷ്യൻസി, ഇതൊക്കെയാണ് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. അപ്പോൾ ഈ ചികിത്സാ ചെലവ് എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ ഈ ഒരു മിഡിൽ ഇതിലുള്ള ചെറുകിട ആശുപത്രികൾ, ഈ ചെറുകിട ആശുപത്രികളും ലോൺ എടുത്തിട്ട് ഈ വൻകിട ആശുപത്രികൾക്കൊപ്പം നിൽക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അത് കടക്കണിയിലാവുന്നു, പൂട്ടേണ്ടി വരുന്നു. പക്ഷെ അവിടെയൊക്കെ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള മനുഷ്യരും, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള നമ്മളെ സങ്കല്പത്തിൽ നിന്ന് ബഹുദൂരം നമ്മൾ പിന്നിലേക്ക് പോകുന്ന ഒരു മൊമെൻ്റായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനൊപ്പം ചികിത്സാ ചെലവ് നമുക്ക് പിടിച്ചു നിർത്താൻ എന്താ ചെയ്യാൻ പറ്റുക? ഞാനൊരു 4 വർഷം മുമ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 4 വർഷം മുമ്പ് ഞാൻ ഡോക്ടറോട് ചോദിച്ച ഓർമ്മയുണ്ട്, പേഷ്യൻസിൻ്റെ വെയിറ്റിംഗ് കുറച്ച് കൂടുതലാണെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു, ഒരു പേഷ്യൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവും, കാരണം അവരുടെ വയ്യാതെ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കുറച്ചൊരു വെയിറ്റ് ചെയ്യുന്നു, കുറച്ച് ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് അവർക്കൊരു ഒരു മനസ്സുഖാണെന്നുള്ളതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഒരു 4 കൊല്ലം മുമ്പായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ഇന്ന് അങ്ങനെ പറയുന്നത്. ഇന്ന് ഒരാൾ വെയിറ്റ് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. അതായത് ദ നീഡ്സ് ഓഫ് പീപ്പിൾ ഹവ് ചേഞ്ച്ഡ്. അതായത് ബാക്കിയല്ല, ഇപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മളൊരു 4 വർഷം മുമ്പ് പോയ ഹോട്ടലുകളല്ല ഇപ്പോൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് അല്ല ഇവിടെ ഉള്ളത്. 4 വർഷം പോയ സിനിമാ തിയേറ്ററുകളല്ല, പാർക്കുകളല്ല, ബസ്സുകളല്ല, കാറുകളല്ല. അപ്പോൾ ആൾക്കാരുടെ ഡിമാൻഡ് ഇസ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ഇതൊരു മുമ്പ് ഒരു മുഷിഞ്ഞ ഒരു വാഷ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല, അത് നല്ല ഡോക്ടറാണോ എന്നുള്ളത് മാത്രമേ നോക്കിയിരുന്നുള്ളൂ. ഇപ്പോൾ റൂം നല്ലതാണോ, റൂമിൽ TV ഉണ്ടോ, AC വർക്ക് ചെയ്യുന്നുണ്ടോ, ഇന്ന് തന്നെ ഒരു 10 AC കംപ്ലയിൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഓൾ ഓഫ് ദിസ് വിൽ കം വിത്ത് കോസ്റ്റ് എന്നുള്ളതാണ്. മാഡം ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ്. നമുക്ക് ബെഡുകൾ ആവശ്യമുണ്ട്. ബെഡുകൾ കൂട്ടാൻ പറ്റുന്നത് ഒന്ന് പ്രൈവറ്റ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ കാശുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാശ് വെച്ചിട്ട് ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ, എനിക്ക് ഒരു ഹോസ്പിറ്റൽ ബെഡ് ഉണ്ടാക്കാനായിട്ടൊരു 1.5 കോടി രൂപ വേണം. 1 കോടി to 1.5 കോടി രൂപ വേണം ഒരു ബെഡ് ഉണ്ടാക്കാനായിട്ട്. ഒരു 50 ബെഡുള്ള ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മീഡിയം സൈസ് ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 50 ബെഡുള്ളതാണെങ്കിൽ 50 കോടിയുടെ അടുത്ത് വരും. ഒരു അത്ര CTMRI ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറയുമായിരിക്കും. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1.5 കോടി വേണം ഒരു ബെഡ് ഉണ്ടാക്കാനായിട്ട്, കൺസ്ട്രക്ഷനും അതിൻ്റെ ഇൻസ്ട്രുമെൻസും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ആൾ സ്വന്തമായിട്ടുള്ള മൂലധനം വെച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമതുള്ളത് കുറേ ആൾക്കാരെ സ്വരുക്കൂട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഈ ഡോക്ടർ ചെയ്തിട്ടുള്ള പോലെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ വഴി. അഗെയിൻ, ഇഫ് ദ എക്കോണമി ഈസ് ഡൗൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡു ദാറ്റ്. മൂന്നാമത് ലോൺ എടുക്കുക എന്നുള്ളതാണ്. ലോൺ എടുക്കുമ്പം ഇപ്പോൾ നാട്ടിലൊരു ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ 12%,
10%, 12% ഇൻട്രസ്റ്റ് കൊടുക്കണം ഫോർ എനി ബിസിനസ് പർപ്പസ്. അത് ആ ഒരു റേഞ്ചിൽ കൊടുക്കണം. ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു US-ലാണെന്നുണ്ടെങ്കിൽ അവിടെ 3.5% അല്ലെങ്കിൽ 4% മതി. ഇപ്പോൾ ജപ്പാനിലാണെന്നെങ്കിൽ 0% ഇൻട്രസ്റ്റിലാണ് റൺ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ലോൺ എടുത്ത് ഒരു സ്ഥാപനം തുടങ്ങുന്ന ആൾക്കാർക്ക് ഇവർക്ക് ലോണിൻ്റെ EMI അടക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻകം വരുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ അത് കവർ ചെയ്യാനുള്ളത് അവർ ഇതിനകത്ത് നിന്ന് തന്നെ എങ്ങനെയും എടുക്കാൻ നോക്കുക. അതാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞത്. അതായത് ഇതുപോലെ ചെറുകിട ആശുപത്രികളിലും ചികിത്സാ ചെലവ് കൂടും. കാരണം അവർക്ക് ഈ 10% കടന്നു കഴിഞ്ഞിട്ട് വേണം ഇതിന്ന് ഒരു ലാഭം ഉണ്ടാക്കാനായിട്ട്. ആൻഡ് ഇറ്റ് റൺസ് ഓൺ വെരി തിൻ മാർജിൻ. മൂന്നാമത്തേതുള്ളത് ഇതുപോലെയുള്ള അതായത് കൂടുതലുള്ള ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്, കൂടുതൽ പൈസ ഉള്ള ആൾക്കാർ. ദാറ്റ് ഇസ് വാട്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഈസ്. ഇനി ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇവിടെ വന്നപ്പോൾ ഉള്ള ആക്ഷേപങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം പ്രധാനമായിട്ട് 3 ആക്ഷേപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് മാഡം പറഞ്ഞിട്ടുള്ള പോലെ ചികിത്സാ ചെലവ് കൂടി എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് ക്വാളിറ്റി ഓഫ് കെയർ കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് ചെലവ് കൂടി പക്ഷെ ക്വാളിറ്റി ഓഫ് കെയർ കുറഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇങ്ങനെ പൈസ എടുത്തിട്ടുള്ള ആൾക്കാർ അതായത് ഇത് അക്വയർ ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ റിച്ചറായി, ഇത് എടുത്തിട്ടുള്ള ഈ ഡോക്ടർ റൺ ഹോസ്പിറ്റൽസ് അവർ കടത്തിലായി എന്നുള്ളതാണ്. മൂന്നാമത്തതിനെ പറ്റി പറയാം. അത് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. കാരണം അവിടെ ഇപ്പോൾ US-ലോ ബാക്കി രാജ്യങ്ങളിലോ ഈ ഇൻട്രസ്റ്റ് പലിശ ശതമാനം കുറവായതുകൊണ്ട് ഈ കമ്പനികൾ എന്താ പറയുക പൈസ പലിശക്ക് എടുത്തിട്ടാണ് ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. സ്വന്തം പൈസ ആയിരുന്നില്ല. എന്നിട്ട് ഈ പലിശ ഇവരെ കൊണ്ട് തന്നെ അടപ്പിക്കായിരുന്നു. അപ്പോൾ ആ ബേർഡൻ ഇവരുടെ മുകളിലുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നതിൽ അങ്ങനെയല്ല നടക്കുന്നത്. അതായത് അവരിലുള്ള മൂലധനമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദർ ഇസ് നോ ഇൻട്രസ്റ്റ് ലയബിലിറ്റി. അപ്പോൾ അത് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. നമ്പർ 1. നമ്പർ 2, ക്വാളിറ്റി ഓഫ് കെയർ. ഇപ്പം ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പ് കുറേ ഓഡിറ്റുകളും കുറേ കണ്ടീഷൻസും ഉണ്ട്. അപ്പം ഇത് ക്വാളിറ്റി ഓഫ് കെയറിൽ തന്നെയാണ് ത്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി എനിക്ക് മൊത്തം ഇന്ത്യനെ പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ക്വാളിറ്റി ഓഫ് കെയറിൽ മാത്രമാണ് ഒരു ഹോസ്പിറ്റലിന് ത്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിറ്റി ഓഫ് കെയറിൽ എന്തായാലും ഒരു ഇതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എസ്പെഷ്യലി സർവീസ് ഓറിയൻറ്റഡ് ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളം പോലുള്ള സ്ഥലത്ത് അങ്ങനെ തോന്നുന്നില്ല. ഇതിനുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഡോക്ടേഴ്സൊന്നും അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയില്ല. അത് പിന്നെ ഒന്ന് എംപ്ലോയീസിൻ്റെ എണ്ണം കുറച്ചു. അതായത് 10 പേരുണ്ടാവുന്നിടത്ത് അവർ 5 പേരെ ആക്കി, അങ്ങനെ 5 നഴ്സസിനെ കൊണ്ട് ചെയ്യാൻ നോക്കി. അതൊക്കെ ഇതിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതൊന്നും കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം 10 പേരിൽ കഴിഞ്ഞ കൊല്ലം ദയയിലുണ്ടായിരുന്നത് 350 നഴ്സാണ്. സെയിം ബെഡ്. ഇന്നുള്ളത് 464 നഴ്സാണ്. 114 നഴ്സ് എന്തോ കഴിഞ്ഞൊരു കൊല്ലത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഓഫ് കെയർ കൂടിയിട്ടേ ഉള്ളൂ. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 20 നഴ്സസ്മാരാണ് കൂടിയിട്ടുള്ളത്. അത് എന്തെങ്കിലും ഒരു പേഷ്യൻ്റ് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അവർക്ക് അസൗകര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാൻ പവർ വെച്ചിട്ടും അവരുടെ സ്കില്ല് വെച്ചിട്ടും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവില്ല. മൂന്നാമതുള്ളത് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൂടുക എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ പീപ്പിൾ ആർ ഡിമാൻഡിങ് ഇറ്റ്. അത് ഏത് തരം പീപ്പിൾ ആണെന്നുള്ളത് അതൊരു ചെറിയ വിഭാഗമല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാനുണ്ട്. അതായത് ഇപ്പോൾ തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർ വരുന്നത് ഞാൻ പറഞ്ഞില്ല പബ്ലിക് ഫണ്ടിലാണ്. മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അധികം വരില്ല. സർക്കാർ ഹോസ്പിറ്റൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് നല്ലതാണ്. അവിടെ ഒരുവിധം കെയറൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ചിലപ്പോൾ പേവാർഡ് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ കുറച്ച് താമസം വേണ്ടി വരും. അങ്ങനത്തതാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുന്ന ഒന്നുമില്ല ഇൻഷുർഡ് പേഷ്യൻസ്, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ താഴെ പബ്ലിക് ഫണ്ട് ആരെങ്കിലും ചെയ്യുന്നവർ അവരാണെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വളരെ താഴ്ന്ന ആൾക്കാർ വളരെ അപൂർവമായിട്ട് വരുള്ളൂ. അവർക്കിപ്പോൾ നമ്മളൊക്കെ ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് ഭയങ്കര ഡിസ്കൗണ്ടുകൾ നമ്മൾ കൊടുക്കും. അങ്ങനെ തീരെ മനുഷ്യവിരുദ്ധമായിട്ടല്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കാശുള്ളവൻ്റെ അടുത്ത് കാശ് വാങ്ങും. അവനോട് പോയി ചികിത്സിക്കട്ടെ, അത്രയേ ഉള്ളൂ. ഇതിൽ അല്ലെങ്കിൽ വലിയ ഹൈ ഇൻഷുറൻസ് ഉള്ള ആൾക്കാർ ഇതിൽ ചികിത്സാ ചെലവുകളിൽ ഒരു കാലികമായിട്ടുള്ള വർധനവ് ഉണ്ടാവും. അത് ഇവിടെ ഉണ്ടാവും. അത് ചെറിയ ഹോസ്പിറ്റലുകൾ എന്തായാലും ഉണ്ടാവും. ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഹൈ. പൈസ കിട്ടാനുള്ള ചിലവ് കൂടുതലായതുകൊണ്ട് എന്തായാലും അതിലുണ്ടാവും. അത് കുറച്ചും കൂടെ ആക്സിലറേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പാർഷ്യലി ട്രൂ. ഇറ്റ് മൈറ്റ് ആക്സിലറേറ്റ് ഇറ്റ്. പക്ഷേ ഇത് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, റൺ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എന്താ വലുതാക്കണം എന്നും അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. നേരത്തെ ഡോക്ടർ പറഞ്ഞൊരു പോയിന്റോട് പറയാം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഇതിനകത്തോട്ട് മാത്രമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ കാരണം 3.5 ബെഡ് വേണ്ടടുത്ത് 1.5 ബെഡ് ഉള്ളത്
എങ്ങനെ 2.5 ബെഡ്, അതാണ് ദാറ്റ് ഇസ് ദ ഇൻവെസ്റ്റ്മെന്റ്. അത് ഇതിനകത്തല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് എങ്ങനെ പുറത്ത് എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ്. ക്യാൻസർ ഇസ് എ മേജർ ഡിസീസ് ഇൻ കേരള. അപ്പോൾ ആ ക്യാൻസർ സെന്റർ തുടങ്ങുക എന്നുള്ളതാണ്. മെറ്റേണിറ്റി കെയർ കോഴിക്കോട് 1.2 ബെഡുള്ളത്, 3.5 ബെഡ് വേണ്ടടുത്ത്. അപ്പോൾ കോഴിക്കോട് കൂടുതൽ ബെഡ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതിൽ ലാഭ താല്പര്യങ്ങൾ ഇല്ലാതിരിക്കില്ല. അത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിനുണ്ടാവും, ബാങ്കിനുണ്ടാവും, കോർപ്പറേറ്റ് കമ്പനിക്ക് ഉണ്ടാവും, പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടാവും. പ്രൈവറ്റ് കമ്പനി കുറേം കൂടെ അതിനെ സ്ട്രക്ചേർഡ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ്. ഇതിൽ ചില സ്ഥലങ്ങളിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് ആവശ്യമുണ്ട്, ചില സ്ഥലങ്ങളിൽ പോളിസീസ് സ്ട്രോങ് ആയി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് ഒരു മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡർ ആകുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മോണോപ്പൊളി വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് അതൊക്കെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്, അതായത് കാര്യക്ഷമത വർദ്ധി, ഇപ്പോൾ ഗവേണൻസ്, ഡിജിറ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഈ ബൾക്ക് പർച്ചേസ്, അതായത് അതൊക്കെ നമുക്ക് റേറ്റ് കുറക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഞങ്ങൾ 5 ഹോസ്പിറ്റലിൽ കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പഴയതിനേക്കാളും ഏകദേശം 30% കുറച്ചായിട്ട് ഞങ്ങൾക്ക് 5 ഹോസ്പിറ്റലിന് കിട്ടും. ഞങ്ങൾ ഒന്നിച്ചാണ് വാങ്ങിക്കുന്നത്, ഒരു കൺസോർഷ്യം പോലെ ഉണ്ടാക്കിയിട്ട്. മരുന്നുകളും ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വലിയ ഹോസ്പിറ്റലാണ്, ബൾക്ക് പർച്ചേസാണ്, അപ്പോൾ അവർക്ക് കാശ് കിട്ടും. പിന്നെ ഗവേണൻസ്, അതായത് പാഴ്ചെലവ് ഒഴിവാക്കാൻ പറ്റും കംപ്ലീറ്റ്. ഇപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഓരോ രംഗത്തും ഓഡിറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് കാര്യക്ഷമത വർദ്ധിക്കും. അതുകൊണ്ട് റേറ്റ്, എനിക്ക് തോന്നുന്നു റേറ്റ് കൂടും. അതായത് ആൾക്കാർ ലക്ഷറി ഡിമാൻഡ് ചെയ്യുമ്പോൾ റേറ്റ് കൂടും, അല്ലെങ്കിൽ ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യപ്പെടുമ്പോൾ റേറ്റ് കൂടും. അതില്ലെങ്കിൽ റേറ്റ് കൂടില്ല, കാരണം കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കിംസ് വരുന്നുണ്ട്, അപ്പോൾ നമുക്കറിയാം കിംസ് കോമ്പീറ്റ് ചെയ്യും എന്നുള്ളത് അറിയാം നമുക്ക് ആ രീതിയിൽ. അപ്പോൾ നമ്മൾ റേറ്റൊക്കെ അതിനനുസരിച്ച് വെക്കുള്ളൂ ഞങ്ങളെപ്പോഴും. അല്ല ഡോക്ടർ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞ നേരത്തെ ഒരു പോയിന്റിൽ പേഷ്യൻ്റ് ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സർവീസ് കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫോക്കസ് ചെയ്യുന്നത് കോർ ക്ലിനിക്കൽ കെയറിലല്ല, റിലേറ്റഡ് അക്സസറി കെയർസ് അല്ലെങ്കിൽ നമ്മൾ ലക്ഷറി കെയർ എന്നൊക്കെ പറയാവുന്ന ഒരു കമ്പോണൻ്റ്. ഇതിലൂടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് രണ്ടും വളരെ റിലേറ്റഡ് ആണ്. അവിടെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ഒരു ഓർഗനൈസേഷൻ എന്നുള്ളൊരു സാമൂഹ്യ സ്ഥാപനമാണ്. അപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പേഷ്യൻ്റ് ഡിമാൻഡ് ചെയ്യുന്നത്? കാരണം നമ്മൾ ഓൾറെഡി ഹയർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് ബീയിങ് ദ മേജർ സെൻട്രൽ ഗ്രൂപ്പ്, അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു സർജിക്കൽ പ്രൊസീജിയർ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് പഴയ കാലത്തൊക്കെ ഒരു ചെറിയ തുന്നലെന്ന് പറഞ്ഞാൽ OPയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്ത് ഡോക്ടർ വിടുമായിരുന്നു. ഇപ്പോൾ അത് OTയിൽ പോവും. OT ചാർജസും ഉണ്ട്, പ്രൊസീജിയർ ചാർജസും ഉണ്ട്, രണ്ടും ബില്ലിൽ വരും. നൗ വാട്ട് ഇസ് എ ജസ്റ്റിഫിക്കേഷൻ ഇൻ എ വേ? കാരണം പ്രൊസീജിയർ ചെയ്തത് എവിടെ ആണെങ്കിലും ഒരിടത്തേ വരാൻ പാടുള്ളൂ. പക്ഷേ പലയിടത്തും ബില്ല് ചെയ്യുന്ന സമയത്ത് OT ചാർജസ് വേറെ, പ്രൊസീജിയർ ചാർജ് വേറെ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം, മേ ബി ഞാൻ കറക്റ്റ് ആയിരിക്കില്ല അതിനകത്ത്, നമ്മളൊരു ഒരു OP ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ നമ്മൾ OP രജിസ്ട്രേഷൻ വെക്കും, പ്ലസ് ദർ ഇസ് എ പ്രൊഫഷണൽ ചാർജ് ഫോർ ദ ഡോക്ടർ. ഡോക്ടർക്ക് ഒരു സാലറി ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ സാലറി കൊടുക്കുന്നുണ്ട്, പക്ഷേ പ്രൊഫഷണൽ ഫീസ് ഓവർ ആൻഡ് അബവ് സാലറി ആണോ? എങ്ങനെയാണ് അത് ഹോസ്പിറ്റൽ ഡീൽ ചെയ്യുന്നത്? കാരണം പലപ്പോഴും അതിൻ്റെ ഒരു കാരണം അതെന്നാൽ ഡോക്ടർക്ക് മാത്രമാണ്, നഴ്സസിനോ മറ്റാർക്കും പ്രൊഫഷണൽ ചാർജസ് ഇല്ല, ഡോക്ടർക്ക് മാത്രം. അപ്പം ഡോക്ടർ അപ്പോയിൻ്റ് ചെയ്യുന്ന ഫുൾ സാലറിയിലാണ്, പക്ഷേ അതേ സമയത്ത് ഓവർ അഡീഷൻ. അപ്പോൾ അത് പ്രൊസീജിയേഴ്സിനും വരാറുണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സിനും പാക്കേജ് റേറ്റ് ആണെങ്കിൽ ഒരു തരത്തിൽ, അതിൽ നിന്നും വളരെ അധികമായിട്ട് ചെയ്യുന്ന ഡോക്ടർ ആരാണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രൊസീജിയർ ബേസ്ഡ് ചാർജസ് ഉണ്ടാവും. അപ്പോൾ ഈ ബില്ലിങ്ങിനകത്ത് ഒരുപാട് കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിനകത്തുണ്ടെന്ന് അറ്റ്ലീസ്റ്റ് പൊതുജനത്തിന് തോന്നുന്നുണ്ട്. എനിക്കൊക്കെ ആസ് എൻ ഔട്ട്സൈഡർ ഐ എം ടോക്കിംഗ്. നമ്മൾ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുന്നതനുസരിച്ച് നാളെ വരുന്ന പേഷ്യൻ്റ് വിചാരിക്കുന്ന എനിക്ക് AC വേണം, ക്യാൻറ്റീൻ വേണം. ഇപ്പം ഇവന് മറ്റ് പല കേസുകളിലും പറയുന്നതാണ് ന്യൂട്രീഷനിസ്റ്റ്. ഡൈജസ്റ്റീവ് പ്രോബ്ലംസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളുടെയും മീൽ ചെക്ക് ചെയ്യുന്നതിന് ന്യൂട്രീഷനിസ്റ്റ് ഇടയ്ക്ക് വരുന്നു, അഡീഷണൽ ഫീസാണ്. ഇറ്റ് ഓൾ ആഡ്സ് ഓൺ ടു കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ പറയും ദാറ്റ് എനിവേ വിൽ ഹാപ്പൻ, കോസ്റ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് കുറയാനുള്ള ഒരു സാധ്യത നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം ഐഡിയലി ഐ ബിലീവ് ആസ് ലോങ് ആസ് മെഡിസിൻ ഇസ് എ സയൻസ്, ഡോക്ടർ ഷുഡ് ഹാവ് ദ ഫൈനൽ വേർഡ്. ഇപ്പോൾ മൊബൈൽ വാങ്ങിക്കാൻ പോകുന്ന കസ്റ്റമറെ പോലെ തന്നെ എന്താണോ പേഷ്യൻ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അത് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാലേ ഹോസ്പിറ്റൽ വളരത്തുള്ളൂ. അവിടെയും പ്രശ്നം ഇതാണ്, കോമ്പറ്റീഷനാണ്. കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റ് ഇവിടുന്ന് പോകും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് കാണുകയാണെങ്കിൽ മാത്രമേ ഇതിനെ നമ്മളൊരു എൻ്റെ ഹോസ്പിറ്റൽ നിൻ്റെ ഹോസ്പിറ്റൽ എന്നുള്ളതിനപ്പുറം ആശുപത്രികൾ എങ്ങനെ ആയിരിക്കണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ JSS പോലുള്ള ഗണിയാരി, ബിലാസ്പൂർ, അവിടുത്തെയൊക്കെ ക്ലാസിക് കേസ് സർജിക്കൽ പ്രൊസീജിയർ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് വളരെ മിനിമൽ ഫെസിലിറ്റിയിൽ അവർ ചെയ്യുന്നുണ്ട്. അവിടെ സക്സസ് റേറ്റും വളരെയധികമാണ്. കോവിഡിൻ്റെത് അഹമ്മദ് നഗറിലെ കേസ്, മറ്റേ രജനീകാന്ത് അറോളെ,
അവർ മാനേജ് ചെയ്ത് അഹമ്മദാബാദ് നഗറിൽ. ഇങ്ങനെയുള്ള നല്ല എക്സ്പീരിയൻസ് ഇന്ത്യയിൽ തന്നെ പലയിടത്തും ഉണ്ട്. അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു 50 ബെഡ് ഹോസ്പിറ്റലേ ഉള്ളൂ, പക്ഷെ അവർ ചെയ്യാത്ത അഡ്വാൻസ് പ്രൊസീജിയേഴ്സ് പലതും ഇല്ല. അത്ര സീരിയസ് ആയിട്ടുള്ള കേസാണ് ഇതുള്ളത്. മൂന്നാമത്തെ ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞിട്ട് ഇത്, അതായത് ഹോസ്പിറ്റൽ എപ്പോഴും നോക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആണ് ഡിനോമിനേറ്റർ. പബ്ലിക് ഹെൽത്തുകാർ നോക്കുമ്പോൾ പോപ്പുലേഷനാണ് ഡിനോമിനേറ്റർ. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറും അൾട്ടിമേറ്റ്ലി ഇപ്പോഴത്തെ ഡേറ്റ വെച്ചിട്ട് പറയുകയാണെങ്കിൽ 1 to 2%, മേ ബി 3% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷനാണ് ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അറ്റ് എനി ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം. നേരത്തെ 3000 ബെഡ് പറഞ്ഞതുപോലെ 25 ലക്ഷം പോപ്പുലേഷനുള്ള തൃശ്ശൂരിന് വേണ്ടത് 3000 ബെഡാണ് മൊത്തം ഒരു ജില്ലയ്ക്ക് സക്സസ്ഫുള്ളി ഡീൽ ചെയ്യാൻ വേണ്ടി. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിലൊക്കെ നമ്മൾ പറയുന്ന ഒരിതുണ്ട്. ആ 3000 ബെഡിൽ ഏകദേശം 1500 ബെഡോളം പബ്ലിക് ആശുപത്രികൾ കവർ ചെയ്യുമായിരിക്കും. ബാക്കി 1500 നമുക്ക് ഷോർട്ട് ഫോൾ ഉള്ളത്. അതിന് പകരം 500 ബെഡുള്ള ഹോസ്പിറ്റലിൽ 300 ബെഡുള്ള ഹോസ്പിറ്റൽ വന്നാൽ എക്സസ് ആയി. ദർ ഇസ് ഓൾസോ സപ്ലൈ ഇൻഡ്യൂസ് ഡിമാൻഡ്. ഇപ്പം ബോംബെയിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യം, 3 ഹാർട്ട് ഹോസ്പിറ്റൽ 5 കിലോമീറ്റർ റേഡിയസിലുണ്ടെങ്കിൽ ലിറ്ററലി ദേ ആർ പുള്ളിങ് ഫോർ പേഷ്യൻസ്. ആക്ച്വലി അവിടെ പേഷ്യൻസ് ഇല്ല, നമ്മൾ എവിടുന്നെങ്കിലും കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പേഷ്യൻ്റ് ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ വരുന്നത് പോപ്പുലേഷൻ ലെവൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പോരാഴികയും ഹോസ്പിറ്റലിൽ നടത്തുന്നവർക്ക് പൊതുവേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോപ്പുലേഷൻ എത്ര കേസ് ഉണ്ടാവുമെന്ന് അറിയില്ല. എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന കേസിൽ എനിക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ പോപ്പുലേഷൻ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 2% മതി ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ്. ആ ടെർഷ്യറി ട്രീറ്റ്മെൻറ്റിനാണ് നമ്മൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു 3 to 6% സെക്കൻഡറി ലെവൽ കെയർ ആണ് നീഡ് ഓഫ് ദി അവർ. അത് ശരിക്കും റൊട്ടീൻ പ്രൊസീജിയറിൽ ചെയ്തു പോകാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ കോസ്റ്റാണ് കുറയ്ക്കേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം ടെർഷ്യറി കെയറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പറയും ഇതാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞു, ഡയാലിസിസ് തന്നെ ഈവൻ ഇൻപേഷ്യൻ്റായിട്ട് ചെയ്യാത്ത ഡയാലിസിസ് ഉണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ സെൻറ്ററുകളിൽ ഡെയിലി ഒരുപാട് ചെയ്യുന്നതല്ല അങ്ങനെയാണ്. പക്ഷേ ഈ ഹൈ എൻഡ് പ്രൊസീജിയേഴ്സ് ആർ ആക്ച്വലി ഫ്യൂ ഇൻ നമ്പർ. അതാണ് പലപ്പോഴും ഹോസ്പിറ്റൽസ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. എന്നാൽ റിയൽ നീഡ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് സെക്കൻഡറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ കിടത്തി ചികിത്സ ഇല്ല എന്ന് പറയാൻ കാര്യം. ഗവൺമെൻറ്റിലെ കിടത്തി ചികിത്സയില്ല, OPD ഓക്കെ, പക്ഷേ ഇൻപേഷ്യൻ്റ് വന്നാൽ നേരെ ജില്ലാ ആശുപത്രിയിലോ, അത് ജില്ലാ ആശുപത്രി ചില ജില്ലകളിൽ മാത്രം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ പോകേണ്ടി വരുന്നു. ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ ദയയുടെ ഹോസ്പിറ്റലിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നോ മൾട്ടി സ്പെഷ്യാലിറ്റി എന്നോ ഒന്നുമല്ല, ജനറൽ ഹോസ്പിറ്റൽ എന്നാണ്. ഇപ്പോൾ ഞങ്ങളത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സെക്കൻഡറി കെയർ കൂടി കൊടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ഹയർ എൻഡ് സെക്കൻഡറി കെയറാണ് നമ്മൾ തുടങ്ങിയ, ടെർഷ്യറി കെയർ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ആൾക്കാർ വരുമ്പോൾ നമുക്കൊരാളെ പറഞ്ഞയക്കാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് കോംപ്ലിക്കേഷൻ. അങ്ങനെയാണ് ടെർഷ്യറി കെയറും കോർഡിനറി കെയറും തുടങ്ങിയത്. നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ പേഷ്യൻസ് ഡിമാൻഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ. ഡിമാൻഡ് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹൈ എൻഡ് കെയറുകൾ പേഷ്യൻസ് ഡിമാൻഡ് ചെയ്യുന്നതാണെന്ന്. പക്ഷെ അത് ഒരു വിഭാഗം മാത്രമാണ്. ഞങ്ങളുടെ ഒരു 60 അല്ലെങ്കിൽ 70% ഹൈ എൻഡ് അല്ല, സാധാരണതാണ്. അത് റേറ്റ് കുറവാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരു വൂണ്ട്, ഇപ്പം മുഖത്തൊരു വൂണ്ട് വന്നു എന്നുള്ളത്. പണ്ടൊക്കെ അതിപ്പോൾ ഞാൻ ജനറൽ സർജനാണ്, ഞാനോ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ അസിസ്റ്റൻസോ ഫ്യൂച്ചർ ചെയ്യായിരുന്നു കാഷ്വാലിറ്റി നിന്ന്. ഇപ്പോൾ വരുന്ന ആളെന്നെ ചോദിക്കുന്നത് പ്ലാസ്റ്റിക് സർജൻ ഉണ്ടോ എന്നാണ്, അല്ലെങ്കിൽ അനസ്തീഷ്യ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിലെ ബില്ലിങ്ങിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടെ ചെയ്യുന്ന ഡോക്ടറുടെ ഒരു ഫീസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫെസിലിറ്റി, ഫോർ എക്സാമ്പിൾ തിയേറ്റർ ഫീസ് ഉണ്ടാവും, അത് രണ്ടാണ് വരിക. നേഴ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാണ് പതിവ്. അതായത് ഇപ്പോൾ ബാക്കിയുള്ള തിയേറ്റർ ചാർജസ് തന്നെ അവിടെ നേഴ്സസ്, ടെക്നീഷ്യൻസ്, അനസ്തറ്റിസ്റ്റ് അവരൊക്കെയാണ്. അനസ്തറ്റിസ്റ്റിന് അവർക്ക് അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ ശമ്പളം നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിലാണ്. ഒന്ന്, ഡോക്ടർക്ക് ഒരു ശമ്പളം പറയും, അതിൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ. പക്ഷേ ഒരു മിനിമം ഇതുണ്ട്. ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും ലാഭകരമൊന്നുമല്ല ഇവിടെ. പലർക്കും നമ്മൾ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ എക്യുപ്മെൻസും ലാഭകരം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതില്ലെങ്കിൽ എക്മോ അവിടെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഏകദേശം 60-70 ലക്ഷം രൂപ വെച്ചിട്ട് വളരെ ഒക്കേഷണലായിട്ട്. പക്ഷെ അതില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് ഡെത്താവും. നമ്മൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എക്മോക്ക് 10-60 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആകെ 2 പേഷ്യൻ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ അത്. പിന്നെ ഹോസ്പിറ്റൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഫണ്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഈ ടെറിഷ്യറി കെയർ വരുമ്പോഴാണ് ഇപ്പോഴത്തെ കോർപ്പറേറ്റ്സ് വരുന്നത്. ഞാൻ സിംഗിൾ സ്പെഷ്യാലിറ്റി സെൻറ്റേഴ്സ്, ഒരു യൂറോളജി സെൻറ്റർ ഇവിടെ ട്രാൻസ്പ്ലാന്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊരു ഹൈ റേറ്റഡ് ആയിട്ട് അവർ വെക്കുക, എപ്പോഴും സാധാരണഗതിയിലായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ യൂറോളജിയിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു കല്ലുണ്ടാവും, ഒരു യൂറിട്രിക് കോളിക് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സർക്കംസിജയുടെ ഫൈമോസ് ഉണ്ടാവും. പക്ഷേ ഒരു സിംഗിൾ അവിടെ അതായിരിക്കില്ല ചെല്ലുക. പല ആശുപത്രികളും ഇപ്പോൾ എക്കണോമിക്കലി വീക്കർ കമ്മ്യൂണിറ്റീസിനുള്ള പല സ്കീമുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കാറില്ല. പക്ഷെ വേറെ ആൾക്കാരുടെ നിന്ന് കാശ് കിട്ടുന്നുള്ളതാണ് അതിൽ.
ഈ പ്രൈസിൻ്റെ കാര്യം പറയുമ്പം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു മലയാളി സമൂഹമാണ്. അപ്പം അതിനകത്ത് നമുക്കിങ്ങനെ ഒരു അതിഭീമമായിട്ടുള്ള ചികിത്സ ചിലവ് അവരോട് ഇപ്പം ഒരു ലോജിക്കൽ അല്ലാത്ത റാഷണൽ അല്ലാത്തൊരു ചികിത്സ ചിലവ് അവരോട് പറയാൻ പ്രയാസമായിരിക്കും. പക്ഷെ പല രീതിയിൽ അത് പറയുന്ന സിസ്റ്റംസ് നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ അത്രയും വില കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സസ്റ്റൈനബിളും ആയിരിക്കില്ല, വയബിളും ആയിരിക്കില്ല പ്രൈവറ്റിന് പോലും എന്നുള്ളൊരു സാഹചര്യവും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ എനിക്കൊന്നും ബേബി മെമ്മോറിയലിലെ ഇതിൻ്റെ എനിക്കൊന്നു ഇപ്പോൾ ഹസീബ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ കണ്ടപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ഇന്ത്യയിൽ തന്നെ ഈ പെർ ക്യാപിറ്റ ബെഡ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഉണ്ടല്ലോ, പെർ ബെഡ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഏറ്റവും കുറവ് കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് അത്രമാത്രം ചികിത്സാ ചെലവ് കൂട്ടിയിട്ടില്ല. അത് കൂട്ടുമായിരുന്നെങ്കിൽ ഈ പെർ ക്യാപിറ്റ ബെഡ് റവന്യൂ കൂടുമായിരുന്നു എന്നുള്ള. പക്ഷെ അത് കാണാതെ പോകുന്ന ഒരു സത്യം എന്ന് പറയുന്നത് കേരളത്തിൽ പബ്ലിക്കിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആവറേജിൽ ഇത് കാണാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയല്ലേ. അത് മാത്രമല്ല, അവർ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കാർഡിയാക് സെൻ്റർ ആണെന്ന് വിചാരിക്കുക. പെർ ബെഡ് ചിലപ്പോൾ 30,000 40,000 അല്ലെങ്കിൽ 50,000 ഒക്കെ ആവും. ഞാൻ പറഞ്ഞ ജനറൽ ഹോസ്പിറ്റൽ എന്നുള്ള എനിക്കൊരു പനി വന്നാൽ ചിലപ്പോൾ അത് 3,000 4,000 ആവുള്ളൂ. അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. മറ്റുള്ളിടത്ത് അതിൻ്റെ പകുതിയാണെന്ന് പറയാം, പക്ഷെ അത് ഹയർ സെൻറ്റർ ആലോചിച്ചിട്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം പബ്ലിക് ഹെൽത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന എന്താ പറയുക, ഇതിനകത്ത് ലാഭകരമാക്കുന്നില്ല എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒരു ആവറേജിൽ കാണാതെ പോകുന്ന ഒരു കണക്കുണ്ടല്ലോ. പബ്ലിക് ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രൈവറ്റ് ഇത്ര വില കൂട്ടിയാലും അത് കാണാതെ പോകുന്നതെന്നുള്ള, അങ്ങനെയല്ലേ അത്? ഇത് കൺട്രോൾ ചെയ്യാൻ കുറെ മെഷേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പറയുന്നത് പ്രൈസ് ഇതിൽ കൺട്രോൾ ചെയ്യണം എന്നല്ല പറയണത്, അതിന് ട്രാൻസ്പെറൻസി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. നേരെ സാർ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. അത് വി സപ്പോർട്ട് ദാറ്റ്. അതായത് നമ്മളൊരു സർവീസ് കൊടുക്കുന്നുണ്ട്, ആ സർവീസിന് ഒരു പ്രൈസ് പേ ചെയ്യണം. ആ പ്രൈസ് എന്താണെന്നുള്ളത് ആദ്യമേ പറഞ്ഞു വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതല്ല ഒരു പ്രൊസീജിയർ ചാർജും കൂടെ ഉണ്ടെന്ന് അവസാനം പറയുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി വേണം. നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണം. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതിൽ കുറേ ഒരു ക്ലിനിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന സംഭവം ചിലപ്പം അതിൽ ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞ് ചിലപ്പോൾ OT ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റഡ് സ്ഥലത്ത് ചെയ്യുന്നതായിട്ടുള്ള കുറേ. അപ്പോൾ അതിൽ കുറേ പോളിസികളും അത് ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് റെഗുലേഷൻസ് കുറേ വന്നിട്ടുണ്ട്. ഇപ്പോൾ NABH അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ അത് ഈ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. JCI അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിൽ ഈ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. അത് പേഷ്യൻ്റ് ഹെൽത്തിനെ കവർ ചെയ്യാനായിട്ടും നമ്മളെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കുറക്കാനായിട്ടും നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാനായിട്ടും കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആണത്. ഓൾ ഓഫ് ദിസ് വിൽ കം വിത്ത് എ കോസ്റ്റ്. ചില കണ്ടീഷൻസ് കൊണ്ടുവരണം. പ്രോബബ്ലി ഇത്ര X% ആൾക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരണം. പോളിസികളെ അത്രയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച ഗവൺമെൻറ് ആ രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് എല്ലായിടത്തും കൊണ്ടുവരണം എന്നുള്ളതാണ്. പ്രൈവറ്റ് ഇക്വിറ്റിയുടെ മുകളിൽ ഒരു പോളിസി കൊണ്ടുവരണം. ഒരു മോണോപ്പൊളൈസ് ചെയ്യാൻ എങ്ങനെ പാടില്ല എന്നുള്ളത് അവർ കൊണ്ടുവരണം. പക്ഷേ ഇതിലൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഡെഫിനറ്റ്ലി ഇതിനെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ലുക്ക് അറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഡിസംബറിൽ ഞങ്ങളൊരു 2,000 ആൾക്കാരെ ഡയറക്റ്റ്ലി എംപ്ലോയ് ചെയ്യും. കൂടുതൽ ഇപ്പോൾ 1,500 ആൾക്കാർ 2,000 അധികം ആൾക്കാരെ എംപ്ലോയ് ചെയ്യും. ദിസ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ബെറ്റർ. പക്ഷേ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസും പോളിസികളും അതിൽ വരണം എന്നുള്ള അഭിപ്രായമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു 200 കോടി രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അത് മുഴുവൻ ചിലവഴിക്കുന്നത് ഇവിടെയാണ്. ഒരുപാട് ഇപ്പോൾ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, മെയ്സണറീസ് ഉണ്ടാവും, പിന്നെ ഈ കടക്കാർ, ട്രാൻസ്പോർട്ടിങ്, ഇതൊക്കെ അതിൻ്റെ ഉപഭോക്താക്കളാണ്. ആ ഫണ്ട് ഇവിടെയാണ് ചിലവഴിക്കുന്നത്, പൊതുജനങ്ങളുടെ ഇടയിലാണ് ചിലവഴിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്കിപ്പോൾ JCI അക്രഡിറ്റേഷൻ കിട്ടി, ഒരു ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ വരുന്ന വിദേശ രോഗികൾ വരും JCI അക്രഡിറ്റേഷൻ കിട്ടിയാൽ, ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ആ ഫണ്ടും വരുന്ന അവർ സ്പെൻഡ് ചെയ്യുന്ന പൈസയും നമ്മുടെ നാട്ടിലാണ് വരുന്നത്. പൊതുവെ എക്കോണമി ഇത് ബൂസ്റ്റ് ചെയ്യും ഇത്. കാരണം പേഷ്യൻസ് വരും, പിന്നെ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സ്, ഇപ്പോൾ വിദേശത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് വരാൻ താല്പര്യം ഉണ്ടാവും. ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് പൊതുവെ എക്കോണമി ഇത് ബൂസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ചില ഇതുണ്ട്, സർക്കാരിൻ്റെ ആശുപത്രി സ്ട്രോങ് ആക്കണം.
ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പബ്ലിക് ഇൻഷുറൻസ് ആണ്. ഞാൻ ഏകദേശം ഒരു കണക്കുണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 5 വർഷത്തിനുള്ളിൽ 6500 കോടിയോളമാണ് ഇൻഷുറൻസിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം കിട്ടുന്നുണ്ട്. ഇതിൽ എനിക്കൊന്ന് 7000 രൂപ 8000 രൂപയൊക്കെ പ്രീമിയം സർക്കാർ കൊടുക്കുന്നുണ്ട് ഈ ഈ സർക്കാർ ഇൻഷുറൻസിന്. അപ്പോൾ ഇവർ ശരിക്ക് ഹോസ്പിറ്റലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ശമ്പളം, പിന്നെ മരുന്നുകൾ, ഇതൊക്കെ സർക്കാരാണ് കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിലൊക്കെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവിടെ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ആ പൈസ ഒരു ചെറിയ എമൗണ്ടാണ് ഹോസ്പിറ്റലിന് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം കണക്ക് ഒരു 30% ഹോസ്പിറ്റലിന് ഇതിൽ കിട്ടുന്നത്. ബാക്കി അവർക്ക് ചിലവായിട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ഹോസ്പിറ്റൽ സാധനങ്ങൾ മുഴുവൻ ഉണ്ടാക്കുക. അപ്പോൾ ഈ ശമ്പളത്തിന് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ആകെ 30% ചിലവ് അവർക്ക് കിട്ടുന്നത് ഇതിൽ. കാരണം ഒരു ഹ്യൂജ് എമൗണ്ടിന് പകരം കിട്ടുന്നത് ശരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിന് 70% കിട്ടേണ്ടതാണത്. അപ്പോൾ ഈ 30% കിട്ടുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ഭയങ്കര ലാഭമാണ്. സർക്കാർ ഹോസ്പിറ്റലിൽ അവർ പോവുകയാണെങ്കിൽ ഭയങ്കര ലാഭമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയാലും ലാഭം ഉണ്ടാകും. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മിക്കതും എടുക്കുന്നില്ല. കാരണം ചെറിയ പാക്കേജസ് ആണ്. ഉണ്ടെങ്കിൽ തന്നെ പേഷ്യൻസിൻ്റെ അടുത്ത് കാശ് വേറെ വാങ്ങും. അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഇത് ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ, സർക്കാർ ആശുപത്രി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നാം കിട ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ തന്നെയൊക്കെ സർക്കാർ. അങ്ങനെയായിരുന്നു തുടക്ക സമയത്ത് ഇൻഷുറൻസ് പോളിസി തുടങ്ങിയ സമയത്ത് പറഞ്ഞു ഇൻഷുറൻസ് സർക്കാർ ആശുപത്രിയിൽ മാത്രം, കാനഡ മോഡൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇൻഷുറൻസ് സിസ്റ്റത്തിനുള്ളിലൂടെ തന്നെ സർക്കാർ ആശുപത്രി അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ്. അവിടെയാണ് പ്രൈവറ്റ് സെക്ടർ വരികയും അത് ഇന്നവിറ്റബിൾ ആയിട്ട് മാറുകയാണ്. അതായത് ഇന്നാഡിക്വേറ്റ് ഗവൺമെൻറ് സെക്ടർ ഉള്ളതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കേണ്ടി വരുന്ന ഒരു ഫോഴ്സ്ഫുൾ സിറ്റുവേഷൻ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പോളിസി റെഗുലേഷൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഒന്ന്, മെഡിക്കൽ കെയർ മറ്റൊരു ഫീൽഡ് പോലെയല്ല. നമ്മൾ എത്രയൊക്കെ പേഷ്യൻറ്റിന് അറിയാമെന്ന് പറയുമ്പോഴും ഇൻഫർമേഷൻ അസിമെട്രി എന്ന് പറയുന്ന വളരെ സീരിയസ് ആയിട്ടൊരു പ്രശ്നം. അൾട്ടിമേറ്റ്ലി ദ ഡിസിഷൻ ഓഫ് എന്ത് പ്രൊസീജിയർ ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് എ ഡോക്ടേഴ്സ് എക്സ്പേർട്സ് ഡിസിഷൻ. അതിലൊരിക്കലും പേഷ്യൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ഡോക്ടറോട് പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ഏതാണോ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തീരുമാനിക്കും. അതുള്ളിടത്തോളം കാലം പേഷ്യൻ്റ് ഇസ് നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് പ്രൊസീജിയർ. കാരണം ഈ ഒരു പ്രൊസീജിയറാണ് നാളെ കോസ്റ്റായിട്ട് മാറുന്നത്. 5 പ്രൊസീജിയർ വേണോ 2 പ്രൊസീജിയർ വേണോ, ഹൈലി സീരിയസ് ആണോ അല്ലയോ എന്നെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഡോക്ടറാണ്. അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നത്, ഗ്ലോബലി ഒരു എക്സ്റ്റേണൽ ബോഡി ഹെൽത്ത് സെക്ടർ റെഗുലേറ്റ് ചെയ്ത ഒരു എവിഡൻസ് ഇല്ല. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഡോക്ടർ ഇൻട്രാക്ഷനിൽ ഒരു തരത്തിലും പ്രോഫിറ്റിന് പോസിബിലിറ്റി ഉള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് റെഗുലേഷൻ. That's only way. അപ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും ഇപ്പം സപ്പോസ് ഞാൻ പറയുകയാണ്, ഒരു ദയ ഹോസ്പിറ്റലിൽ ഒരു റെഗുലേറ്ററെ സപ്പോസ് ഗവൺമെൻറ് നിയമിക്കുകയെന്ന് വിചാരിച്ചു, ഒരു മാസത്തേക്ക് ശമ്പളത്തിന്. ഇവിടുത്തെ എല്ലാ പ്രൊസീജിയറും ഓവർസീ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഗവൺമെൻറ് സ്റ്റാഫ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേഷൻ്റെ അവസ്ഥ അതാണ്. ഇറ്റ്സ് എ ഫേക്ക് അണ്ടർസ്റ്റാൻഡ്, മിത്താണ്. കഴിഞ്ഞ 10-20-30 വർഷമായിട്ട് ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ വളർന്നപ്പോഴെല്ലാം പറഞ്ഞത് വി നീഡ് എ ഗുഡ് റെഗുലേഷൻ, നമുക്ക് നല്ല റെഗുലേഷൻ വേണം. നമുക്കൊരു മോഡലുണ്ടോ റെഗുലേഷൻ? ഇല്ല. കാരണം ഏറ്റവും നല്ല റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഡോക്ടർ എൻഗേജ്മെൻറ്റ് വരുന്ന പ്രോസസ്സിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു അവസരവും ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ അതിന് ഞാൻ ഏറ്റവും എക്സാമ്പിളായിട്ട് പറയുന്നത് പബ്ലിക് ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റിൻ്റെ ശമ്പളവും പ്രൈവറ്റ് ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റിൻ്റെ ശമ്പളവും 5 ഇരട്ടി 10 ഇരട്ടി വ്യത്യാസമാണ്. പബ്ലിക് ആശുപത്രിയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, 5 പേഷ്യൻറ്റിനെ നോക്കിയാലും 50 പേഷ്യൻറ്റിനെ നോക്കിയാലും കിട്ടുന്ന മാസ ശമ്പളം സെയിമാണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ പെർ ഹെഡ് ആകാം, പെർ DM ആകാം, പെർ പേഷ്യൻ്റ് ആകാം, പെർ പ്രൊസീജിയർ ആകാം. കോമ്പൻസേഷൻ മാറി. അപ്പം പഠിച്ചിറങ്ങിയ ഒരു സ്പെഷ്യലിസ്റ്റിനെ സംബന്ധിച്ച് ലൂക്രേറ്റീവ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പറയും പബ്ലിക് സെക്ടറി സ്പെഷ്യലിസ്റ്റ് ഷോർട്ടേജ് ആണെന്ന് പറയും. ഇത് എല്ലാ പ്രൊസീജിയറിലും. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് വീൽ ചെയർ സർവീസ്. വീൽ ചെയറിനും ഡെയിലി ക്ലീനിങ്ങിനും ബില്ലിൽ ആഡ് ചെയ്യും. ഇസ് ദി എമൗണ്ട് ഗിവൺ ടു ദ പേഴ്സൺ ഹൂ ഈസ് ഹാൻഡ്ലിങ് വീൽ ചെയർ? അതിന് എംപ്ലോയ്മെൻറ്റിനും സാലറിയിലും വ്യത്യാസമില്ലല്ലോ. അപ്പം ഈ ഒരു ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് നമ്മളിപ്പം പറയും പ്രൈവറ്റ് സെക്ടർ പ്രോഫിറ്റ് ആണെങ്കിൽ ലെറ്റ് ഇറ്റ് വർക്ക് ലൈക്ക് എനി അതർ ഇൻഡസ്ട്രി സെക്ടർ. ഒരു സൈഡിൽ നമ്മൾ സർവീസ് സെക്ടറാണെന്ന് പറയും, വേറൊരു സൈഡിൽ ഇൻഡസ്ട്രി ആണെന്ന് പറയും. അപ്പം അതിനൊരു ഡുവൽ പ്രശ്നം അതിനകത്തുണ്ട്. കേരളത്തിലെ ഓരോ വീട്ടിൽ ഓരോ ഡോക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അടുത്ത ബന്ധുക്കളുണ്ട്. അല്ലിപ്പോൾ ഞാൻ പറയാം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഇല്ല, കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഭയങ്കരമായിട്ട് പോപ്പുലറാണ് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ്. കേരളത്തിൽ ഇപ്പോൾ അത് പോപ്പുലർ അല്ലേ? ശരിക്കും ഡേറ്റ നോക്കിയപ്പോൾ മനസ്സിലായത്, കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് ഒരു സ്റ്റുഡൻറ്റ് ചെയ്ത സ്റ്റഡിയാണ്. ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ മംഗലാപുരത്ത് ഒരു വർഷം മുഴുവൻ നടത്തിയ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിൽ 1% താഴെയാണ് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടെത്തിയത്. നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഏറ്റവും റവന്യൂ ജനറേറ്റിംഗ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ്. 15 വർഷം അത് ഇവിടെ വേണ്ടാന്ന് വെച്ചു. ആദ്യത്തെ 15 years ഞാൻ ചെയ്യില്ലാതെ വെച്ചു.
പിന്നെ ആൾക്കാരുടെ നിർബന്ധം കൊണ്ട് ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൊണ്ട് വെച്ചത്. കാരണം ഫസ്റ്റ് 15 years ഞങ്ങൾക്ക് പ്രിവെന്റീവ് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ പറയും ഞാൻ വേണ്ടാന്ന് പറയും, അതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയും. പക്ഷെ അതിപ്പോ നോർമലൈസ് ചെയ്ത് എന്ന് മാത്രമല്ല അത് പബ്ലിക് ഹെൽത്ത് ആണെന്നാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലുള്ള ഓരോ പ്രൊസീജിയറും നമ്മൾ പോലും അറിയാതെ അതിങ്ങനെ പാർട്ട് ആൻഡ് പാർസലായി മാറുകയാണ്. ഇപ്പം ഡെന്റിസ്ട്രിയിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയാണ് ഏറ്റവും പോപ്പുലർ, ഏറ്റവും റവന്യൂ ജനറേറ്റിംഗ്. അതാണ് നോർമൽ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ആർക്കും വേണ്ട. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റിന് നമ്മളെല്ലാവരും ഭാഗമല്ലേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊസൈറ്റി അഫ്ലുവൻ്റ് ആകുമ്പോഴതൊക്കെ വരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു സവിശേഷതയുണ്ടോ എന്നുള്ളതാണ് മാത്യു. ഒന്ന്, ഇപ്പം ഡീൻ നാരായണയുടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഒരു കാലത്ത് കേരളത്തിൻ്റെ ആശുപത്രികൾ പ്രധാനമായും നടന്നിരുന്ന മേജർ ചികിത്സ എന്ന് പറയുന്നത് പ്രസവരക്ഷ, കുട്ടികളുടെ ചികിത്സ, സ്ത്രീകളുടെ ചികിത്സ. അതിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഏജ്ഡ് പോപ്പുലേഷൻ വരുന്നു. അപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരുന്നത് ക്രോണിക് ഇൽനെസ്സും ഇത്തരം കാര്യങ്ങളും ആവുമ്പോൾ ഒരു കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ഡയഗ്നോസ്റ്റിക്സ് വേണ്ടി വരുന്നു, ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നു. ആ തരത്തിൽ കേരളത്തിൽ ഡെമോഗ്രഫിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഈ നമ്മുടെ ഒരു ഹെൽത്ത് കെയറിൻ്റെ എക്സ്പെക്റ്റേഷനെ ഈ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതിരുന്നൊരു വിഷയം എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ സാമൂഹ്യ നിർമ്മിതിയെക്കുറിച്ചാണ്. കേരളം എത്തി നിൽക്കുന്ന പലതരത്തിലുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ ഇടപെടലുകളിലൂടെ ഒരു തരത്തിൽ ഒരു സാമൂഹ്യ അസമത്വത്തെ പല രീതിയിൽ നമ്മൾ നേരിട്ടിട്ടുള്ള, അത് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു രാഷ്ട്രീയ സമൂഹമാണ് കേരളം. അപ്പം അതുകൊണ്ട് തന്നെ അത് ആരോഗ്യരംഗത്തുണ്ടാക്കിയിട്ടുള്ള വലിയ തോതിലുള്ള വ്യത്യാസങ്ങളും ഉണ്ട്. അത് ഒരു പക്ഷേ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്ന് കുറെ കൂടി ഒരു കംഫർട്ടബിൾ സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറിയോ യഥാർത്ഥത്തിൽ? അതാണോ ഈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാക്കുന്നത്? അല്ല, ആരോഗ്യ സംവിധാനങ്ങളിലുണ്ടായ വലിയ തോതിലുള്ള മാറ്റം ഈ എക്സ്പെക്റ്റേഷൻസിനെ രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൽ വേറൊരു ചോദ്യം, എന്താണ് ഇനി പബ്ലിക് ഹെൽത്ത് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പ്രൈവറ്റിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു, അതിനകത്ത് എത്രമാത്രം നൈതികമായി നമുക്ക് ചികിത്സാ ചെലവ് പിടിച്ചു നിർത്താനും ഈ എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യാനും പറ്റും. ചില ഹോസ്പിറ്റലുകൾക്ക് പറ്റുമായിരിക്കും, ചില ഹോസ്പിറ്റലുകൾ കൂടുതൽ കോർപ്പറേറ്റൈസേഷനിലേക്ക് നീങ്ങുമായിരിക്കും. ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രമാത്രം റെഗുലേഷൻ കൊണ്ടുവന്നാലും അതിനകത്തുള്ള സാധ്യതകളും പരിമിതികളും നമുക്ക് അറിയുകയും ചെയ്യാം. പൊതുജനാരോഗ്യ രംഗത്ത് നടത്തേണ്ട ഇടപെടൽ എന്താണ്? ഇതിനൊരു ബദലിന് നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇൻഷുറൻസ് ഒരു ഉത്തരമല്ല എന്ന് US ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാ അനുഭവങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത്, ഞാൻ ആർട്ടിക്കിളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡറി കെയർ ഗവൺമെൻറ് സ്ട്രെങ്തൻ ചെയ്യുക. അതുവഴി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും ഒരു 30 ബെഡോ 15 ബെഡോ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഒറ്റ സ്ട്രാറ്റജിയാണത്. കാരണം ആ സെക്കൻഡറി സെക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്നും അത് പ്രൈവറ്റ് സെക്ടറിന് ഒരു കോമ്പറ്റീഷനാണ് ഗവൺമെൻറ് സെക്ടറിൽ സ്ട്രോങ് ആയാൽ. അപ്പോൾ അത് സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് മുമ്പിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ ടെർഷറി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം അതിന് ഒരുപാട് കൺസേൺസ് ഉണ്ടാകും, ഒരുപാട് സ്പെസിഫിക്കേഷൻസ്. പക്ഷേ ഗവൺമെൻറ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ CHC ലെവലിലും താലൂക്ക് ആശുപത്രികളിലും കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമാക്കുകയും നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു 3-4-5% ഉള്ള കിടത്തി ചികിത്സ ട്രീറ്റ്മെൻറ്റ് ഒരു പരിധി വരെ ഗവൺമെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. ആ ഷിഫ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് സെക്ടറിൽ സ്ട്രെങ്തൻ ചെയ്യുന്നത് വഴി ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഒരു കാര്യം കൂടെ നമ്മൾ പറയണം. ഈ ഓവർ മെഡിക്കലൈസേഷൻ എന്ന് പറയുന്നതാണ്, അത് ജനങ്ങളുടെ ആവശ്യമാണെങ്കിൽ പോലും അതിന് കടിഞ്ഞാണിടാൻ ആശുപത്രിയും ഡോക്ടർ സമൂഹവും കൂടെ അതിനകത്ത് വർക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സുകളുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഓരോ ചെറിയ പ്രൊസീജിയറും നമ്മൾ ഡോക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്താൽ പ്രിവെൻറ്റീവ് ചെയ്തിട്ട് വാ എന്ന് ഡോക്ടർ പറഞ്ഞാൽ അതാണ് പേഷ്യൻറ്റിന് വേദവാക്യം. അപ്പോൾ ഓരോ സ്റ്റേജിലും ഡോക്ടറുടെ അടുത്ത് നിന്ന് കിട്ടുന്ന അൾട്രാസൗണ്ട് ചെയ്തു നമുക്കറിയാം, അത് ഡോക്ടറെ കണ്ടതിന് ശേഷം തീരുമാനിക്കണം അത് ചെയ്തിട്ട് വരണോ എന്നുള്ള ചോദ്യമുണ്ട്. അത് ഡോക്ടേഴ്സ് ഒട്ടുമിക്ക പ്രൊസീജിയറും ചെയ്തതിന് ശേഷം വന്ന് ഡോക്ടറെ കാണുന്നതിന് പകരം ഡയഗ്നോസിസിൻ്റെ ഒറിജിനൽ പർപ്പസ് അസുഖം കണ്ടുപിടിക്കാനായിരുന്നു, സർവൈലൻസിനുള്ള മാർഗ്ഗമായിരുന്നില്ല. ഇപ്പോൾ അത് സർവൈലൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളൊരു പ്രശ്നവും അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ മെഡിക്കലൈസേഷൻ കൂടുന്നതിന് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതും പബ്ലിക് ഹെൽത്തിന്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൾക്കാരുടെ വിദ്യാഭ്യാസം അതുപോലെ പല സ്ഥലത്തുള്ള എക്സ്പോഷറാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു നെഞ്ചുവേദന വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സാധാരണ സെക്കൻഡറി കേരള ഹോസ്പിറ്റലിൽ പോയി ഒരു ECG എടുത്തത് നോർമലാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ കിടക്കില്ല.
കാരണം ഒരു ആൻജിയോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണണം, ആൻജിയോഗ്രാം ചെയ്യണം എന്ന് വിചാരിക്കാൻ എനിക്ക് എൻ്റെ ജീവനാണ് വലുത്. പല സ്ഥലത്ത് നിങ്ങൾ വായിച്ചും കേട്ടുമൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേട്ടിട്ടുണ്ട് ഒരു നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് ആവാമെന്ന്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു ടെറിഷ്യറി കെയറുള്ള ആൻജിയോഗ്രാമിൽ അവിടെ പോകും. അതാണ് ശരിക്കും നമ്മുടെ അവിടെ സംഭവിക്കുന്നത്. കാരണം ആൾക്കാർക്ക് ആ ഡോക്ടർമാരുടെ കോൺഫിഡൻസ്, ഇപ്പോൾ നല്ലൊരു ഫിസിഷ്യനാണ് ഇപ്പോൾ ഒരാൾ പറയുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ല എന്നിട്ട് പറയുകയാണെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇത് ആയിക്കൂടെ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആൾക്കാർക്ക്. പിന്നെ ഈ ഓവർ മെഡിസിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, ഓവർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് ഓവർ മെഡിസിൻ ഇല്ല. ഇത് ഡോക്ടർമാരുടെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ചാണ്. എനിക്കൊന്ന് വേറൊരു സങ്കല്പമാണ് മാത്യു പറഞ്ഞത്. ഓവർ മെഡിക്കലൈസേഷൻ എന്നുള്ളത് ഈ ഏറ്റവും ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പോവുക. അത് ഇതാണ് ആൾക്കാരുടെ ഭയമാണ്. അതാണ് ആ ഭയം. അപ്പോൾ അത് ആ ഭയം നമുക്ക് എങ്ങനെ അലിവേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അഡ്രസ് ചെയ്യേണ്ടത്. അതാണ് അതൊരു കാരണം. ഈവൻ നമ്മുടെ ഇൻഷുറൻസിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റുകൾ പോലും ഭയങ്കര സ്കേറിയാണ്. കാരണം പെട്ടെന്ന് ഒരാൾ നടന്നു പോകുന്നു, ബിൽഡിംഗ് മൊത്തത്തിൽ കീഴ്മേൽ മറിയുന്നു, ഒരാൾ താഴെ വീഴുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ് ആരോഗ്യത്തെ കാണുന്നത്. ഇപ്പോൾ പേടി, ഭയം എന്ന് പറയുന്നത് അത് മരണത്തോടുള്ള ഭയം മാത്രമല്ല, അതിന് പക്ഷേ ഒരുപാട് നമ്മൾ അറിഞ്ഞോ അറിയാതെ അതിന് ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഡോക്ടർമാർ കോൺട്രിബ്യൂട്ട്, സോഷ്യൽ മീഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അതൊരു വളരെ ഇല്ല, മാർക്കറ്റിംഗ് ഇസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ഫിയർ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേടികളെ കൂട്ടുക എന്നുള്ളതാണ്. ഇതിന്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഇപ്പോൾ ഒരു നോർവേ പോലെ, നോർവേ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണെന്ന് അറിയില്ല. ഇപ്പോൾ നോർവേയിലാണെങ്കിൽ ഒരു 80% ആൾക്കാരും ഹാപ്പിയാണ്. ഗവൺമെന്റ് ആണ് എല്ലാം സ്പെൻഡ് ചെയ്യുന്നത്. ദർ ഇസ് നോ മേജർ വെയിറ്റിംഗ് പീരിയഡ്. പക്ഷെ അവിടെ ഒന്ന് 50% ടാക്സേഷൻ ആണ്, ഹൈ ഓൺ നാച്ചുറൽ റിസോഴ്സസ്, ലെസ് പോപ്പുലേഷൻ. അപ്പോൾ ഇത് നമുക്ക് ടാക്സ് കൂട്ടാൻ എന്തായാലും പറ്റില്ല. നാച്ചുറൽ റിസോഴ്സസ് കൂടുതലല്ല, പോപ്പുലേഷൻ കൂടുതലുമാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് ഫെസിലിറ്റീസ് കൂടുക എന്നുള്ളതാണ്. വേറൊരു സൊല്യൂഷൻ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലാണ്. ഇപ്പോൾ നമ്മൾ ഒരു 4 കോവിഡിന് മുമ്പ് ലക്ഷദ്വീപിലുള്ള ഹോസ്പിറ്റൽ, രാജീവ് ഗാന്ധി ഹോസ്പിറ്റലായിട്ട് നമ്മൾ ടെൻഡർ വിളിച്ച് അവിടുത്തെ ഹോസ്പിറ്റൽ റൺ ചെയ്തിട്ടുണ്ട്. ഒരു 150 ബെഡഡ് ഹോസ്പിറ്റൽ അഗത്തി എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ അതിൽ നമ്മൾ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നു. അതിന് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവുകൾ ഗവൺമെൻറ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നാരായണ ഹൃദയാലയുടെ ഒക്കെ മോഡൽ കാണിക്കുന്നത് PPP ഹെൽത്തിലുള്ളതെന്നും പബ്ലിക് ഫൈനാൻസും പ്രൈവറ്റ് ഡെമോൺസ്ട്രേഷനോ, പ്രൈവറ്റാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒരിക്കലും തിരിച്ച് നമ്മൾ ഇപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി വന്നു, എന്തുകൊണ്ട് തിരിച്ചയക്കൂടാ? പ്രൈവറ്റ് ഫൈനാൻസ് ആൻഡ് പബ്ലിക് ഇംപ്ലിമെൻറ്റേഷൻ അതൊരിക്കലും നമ്മൾ കാണില്ല മോഡൽ എന്ന് പറഞ്ഞാൽ. ഇന്നവേ അതിനകത്തൊരു വലിയൊരു പ്രശ്നമുണ്ട്. 2-3 വർഷം അല്ലെങ്കിൽ 5 വർഷത്തേക്കുള്ള MOU ഉണ്ടാവുള്ളൂ. എനിബഡി ക്യാൻ റൺ അവേ ഫ്രം ഇറ്റ്. എനിക്ക് തോന്നുന്നു നമുക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഈ ഒരു ചർച്ചയുടെ ഒരു തുടർ ചർച്ചകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, നമുക്ക് ഈ നേരത്തെ ഹസീബ് സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ പൊതുജനാരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക കൂട്ടാതെ ഇതിനകത്തൊരു പ്രശ്നപരിഹാരമില്ല. അതിന് ഓൾട്ടർനേറ്റ് അല്ല പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് എന്ന് വിചാരിക്കുകയാണ് ഞാൻ. ആസ് എ പബ്ലിക് ഹെൽത്ത് സ്കോളർ എൻ്റെ ഒരു പൊസിഷൻ അതാണ്. അത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് ഡെഫിനറ്റ്ലി ഇവിടുത്തെ ചില ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഉപകരിക്കും. പക്ഷേ സർക്കാർ അതിനകത്ത് ചിലവഴിക്കുന്ന തുക കൂട്ടുക എന്നുള്ളത് ഒരു ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആവശ്യമായിട്ട് മാറുക എന്നുള്ളതാണ്. അത് ഏറ്റെടുക്കേണ്ടത് പൊതുസമൂഹവും നിരന്തരമായിട്ടുള്ള ഈ രോഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടക്കുന്ന റെസിസ്റ്റൻസിലൂടെയൊക്കെ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണത്. ഇപ്പം എന്തുകൊണ്ട് ഇത്രയധികം തുക ഡിഫൻസിൽ ചിലവാക്കുന്നു, എന്തുകൊണ്ട് ഇത്ര വളരെ കുറഞ്ഞ തുക, അത് സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ വില്ലാണ്. ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സിന് വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് സർക്കാർ കുറഞ്ഞ തുക പബ്ലിക് ഹെൽത്തിൽ ചിലവഴിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ലോജിക്കലി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ എല്ലാവർക്കും നീതിയുക്തമായ രീതിയിൽ ഈ സർവീസ് കിട്ടുക, ഇതിനെ തിരിച്ചൊരു സർവീസാക്കി മാറ്റാനുള്ള ആലോചനകൾ കൂടി നടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരിടത്ത് ഇതൊരു വേ ഔട്ടായിരിക്കാം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ആരോഗ്യം എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള നൈതികമായിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമാകണം. ഇതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ നമ്മൾ ആലോചിക്കണം. എനിക്ക് തോന്നുന്നു ദയാ ഹോസ്പിറ്റൽ ഇത്തരത്തിലൊരു ട്രാൻസിഷൻ പീരീഡിലേക്ക് പോകുന്ന സമയത്ത് കുറെ കൂടി നൈതികമായിട്ട്
രോഗികൾക്ക് ചികിത്സ സാധ്യമാക്കുന്ന നിലയിലേക്ക് ഇതിനെ മാറ്റാനുള്ള ഇൻറ്റേർണലി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹം ആലോചിക്കേണ്ടത് ഇതല്ലാതെ ഇതിനൊരു ഓൾട്ടർനേറ്റ് ഇല്ല എന്നുള്ള തലത്തിൽ നിന്ന് ഇതിനെന്താണ് ഓൾട്ടർനേറ്റ് എന്നുള്ള ഒരു ആലോചനയിലേക്കും ഇതൊരു രാഷ്ട്രീയ ചോദ്യമായും നൈതിക ചോദ്യമാക്കിയും മാറ്റുക എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.